S1 Commerce ഫാമിലി. അപ്പം ഇന്ന് നമ്മളൊരു അടിപൊളി കിടിലൻ വൺ ഷോട്ട് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം വൺ ഷോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് ഒരു ചെറിയ സമയം കൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ കവർ ചെയ്യാൻ പറ്റുന്ന പോലെ ആയിരിക്കും മിസ് ക്ലാസ് എടുക്കുന്നത്. ഓൾറെഡി നിങ്ങൾ ലൈവ്സ് കാര്യങ്ങളൊക്കെ കണ്ട് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒരു റിവിഷൻ പോലെ അല്ലെങ്കിൽ നിങ്ങളിത് ഓർത്തിരിപ്പുണ്ടോ എന്ന കാര്യങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ചാപ്റ്റർ 2 ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ് നോക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ അകത്തുനിന്ന് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. കർത്തേനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ്, നമ്മൾ സോൾ പ്രൊപ്പറേറ്ററിനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം അങ്ങനെ കുറച്ച് ആൾക്കാരെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഉള്ളിൽ വരുന്ന അഥവാ വേരിയസ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നമുക്കൊരു 1, 2, 3, 4, 5 എണ്ണം ഉണ്ട്. അപ്പം ഈ 5 എണ്ണം എൻ്റെ കുഞ്ഞുങ്ങൾ എന്താണെന്നുള്ള സംഭവം പഠിച്ചിരിക്കണം. അപ്പം ഫസ്റ്റ് വണ്ണാണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, രണ്ടാമത്തെയാണ് ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്. അതിൻ്റെ അകത്ത് വരുന്ന കാര്യമാണ് കർത്ത എന്ന് മിസ് നേരത്തെ പറഞ്ഞത്. പാർട്ട്ണർഷിപ്പ് ഉണ്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ഓണപ്പരീക്ഷ തൊട്ട് പഠിക്കുന്ന ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തുനിന്ന് ചില കാര്യങ്ങളൊക്കെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യം അറിയാം എന്ന് മിസ് വിശ്വസിക്കുന്നു. ഒന്നും അറിയത്തില്ലെങ്കിൽ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കോ, ഇനി നമുക്ക് സമയമില്ല. ഓക്കെ, അപ്പോൾ സോൾ പ്രൊപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി ഒറ്റയ്ക്ക് ഒരു ബിസിനസ് നടത്തുന്നതിനെ നമുക്ക് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അദ്ദേഹത്തെ നമുക്ക് ഓൺട്രപ്രന്യൂർ എന്നൊക്കെ നമുക്ക് വിളിക്കാം അല്ലേ. സ്വന്തമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഐഡിയയിൽ അദ്ദേഹം ഒരു കട സ്റ്റാർട്ട് ചെയ്യുന്നു. അത് വല്ല ചായക്കടയാണേലോ അല്ലെങ്കിൽ വലിയ എന്തെങ്കിലും ബിസിനസ് ആണെങ്കിലും അദ്ദേഹം സ്വന്തമായ ഒരു ബിസിനസ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും എല്ലാം ആ വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിനെ നമുക്ക് സോൾ പ്രൊപ്പറേറ്റർ എന്ന് പറയാനായിട്ട് സാധിക്കും. അത് ചെയ്യുന്ന ആ ഒരു ആക്ടിവിറ്റീനെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് സോൾ എന്ന് പറഞ്ഞാൽ ഓൺലി ആൻഡ് പ്രൊപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണർ അല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് forms of business organization which is owned, managed and controlled by an individual who is recipient of all profit bears and all risk അല്ലേ. പ്രോഫിറ്റ് കിട്ടുന്നതും അദ്ദേഹത്തിന് തന്നെ, റിസ്ക് വന്നാലും അത് ബെയർ ചെയ്യുന്നത് ആരാണ്? അദ്ദേഹം തന്നെ അല്ലേ. ഒരൊറ്റ ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. എന്തെല്ലാമാണ് ആ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഫോർമേഷൻ ആൻഡ് ക്ലോഷർ, ഇത് സ്റ്റാർട്ട് ചെയ്യാനും എൻഡ് ചെയ്യാനും ഫോം ചെയ്യാനും അത് ക്ലോസ് ചെയ്ത കട അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് പൂട്ടിപ്പോവാനും വളരെ എളുപ്പമാണ് അല്ലേ. വലിയ ഫോർമാലിറ്റീസോ കാര്യങ്ങളോ ഒന്നുമില്ല, അത് വെരി ഈസിയാണ്. പിന്നെ വരുന്നുണ്ട് ദർ ഇസ് നോ സെപ്പറേറ്റ് ലോ ദാറ്റ് ഗവൺ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്. വേറെ സെപ്പറേറ്റ് ലോസോ കാര്യങ്ങളോ ഒന്നുമില്ല. സം കേസ് വൺ മേ റിക്വയർ എ ലൈസൻസ്. ചില സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന് ലൈസൻസ് ആവശ്യമുണ്ട് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെയാണ് ലയബിലിറ്റി. ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും. ഇങ്ങനത്തെ മെയിൻ കീ പോയിന്റ്സ് മാത്രം എൻ്റെ കുഞ്ഞുങ്ങൾ ഓർത്ത് വെക്കുക. അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും അദ്ദേഹത്തിന്. കാരണം എന്താണ്, ഒറ്റയ്ക്കാണ് ഒരു ബിസിനസ് ചെയ്യുന്നത് അല്ലേ. ആ കൂടെ ആരും ഇല്ല അല്ലേ. എന്തെങ്കിലും നഷ്ടം വന്നു കഴിഞ്ഞാൽ അത് കൂടെ താങ്ങി നിൽക്കാൻ വേണ്ടി ആരുമില്ല. അദ്ദേഹം ഒറ്റയ്ക്കായിരിക്കും അത് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഇംപ്ലൈസ് ദി ഓണേഴ്സ് പേഴ്സണലി റെസ്പോൺസിബിൾ ഫോർ ദി പേയ്മെന്റ് ഓഫ് ഡെപ്റ്റ് അല്ലേ. അപ്പം അദ്ദേഹം പേഴ്സണലി റെസ്പോൺസിബിൾ ആണ്. എന്തെങ്കിലും കടം കൊടുക്കാനുണ്ടെങ്കിൽ അത് അദ്ദേഹം തന്നെ കൊടുത്തു തീർത്തേ പറ്റൂ അല്ലേ. സോൾ റിസ്ക് ബെയർ ആൻഡ് പ്രോഫിറ്റ് റെസിപ്പിയൻ. റിസ്ക് വന്നാലും പ്രോഫിറ്റ് കിട്ടിയാലും, റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കടം വാങ്ങിച്ചിട്ട് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും പിന്നെ അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് വന്നാലും രണ്ടും ആരാണ് ബെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ആരാണ് വഹിക്കുന്നത്? നമ്മുടെ സോൾ പ്രൊപ്പറേറ്റർ തന്നെയായിരിക്കും. ഹി റിസീവ്സ് ഓൾ ദി ബിസിനസ് പ്രോഫിറ്റ് വിച്ച് ബിക്കം എ ഡയറക്റ്റ് റിവാർഡ് ഫോർ ഹിസ് റിസ്ക് ബെയറിംഗ്. അദ്ദേഹം ഒരു വലിയ റിസ്ക് ആണ് എടുക്കുന്നത് അല്ലേ. ഒറ്റയ്ക്കാണ് ഒരു കാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ആ ഒരു റിസ്ക് എടുക്കുന്നതിന് ഒരു റിവാർഡായിട്ടാണ് അദ്ദേഹത്തിന് പ്രോഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് മൊത്തം അദ്ദേഹത്തിന് എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ കൺട്രോൾ, അദ്ദേഹത്തെ ഭരിക്കാനൊന്നും ആരും വരത്തില്ല. കാരണം എന്നാ, അദ്ദേഹം ഒറ്റയ്ക്കാണ് ഒരു ബിസിനസ് നടത്തുന്നത്. ആരുടെ അഭിപ്രായമോ അല്ലെങ്കിൽ എന്തെങ്കിലും അവകാശമോ ഒന്നും പറഞ്ഞുകൊണ്ട് ആരും വരാൻ പോകുന്നില്ല. കാരണം എന്താണ്, അദ്ദേഹം ഒറ്റയ്ക്ക് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഐഡിയയിൽ അദ്ദേഹം തന്നെ ഓൺ ചെയ്യുന്നു, മാനേജ് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഡിസിഷനാണ് ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത്. നോ സെപ്പറേറ്റ് എൻറ്റിറ്റി, നോ ഡിസ്റ്റിങ്ഷൻ ഇസ് മെയ്ഡ് ബിറ്റ്വീൻ ദ സോൾ ട്രേഡർ ആൻഡ് ഹിസ് ബിസിനസ് ആസ് എ ബിസിനസ് ഡസ് നോട്ട് ഹാവ് ആൻ ഐഡൻറ്റിറ്റി സെപ്പറേറ്റ് ഫ്രം ദി ഓണർ. ബിസിനസ്സിന് ഓണറിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അറിയപ്പെടുന്നത്, അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് അതിനെ അറിയപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. ലാക്ക് ഓഫ് ബിസിനസ് കണ്ടിന്യൂറ്റി. ഒറ്റയ്ക്കൊരു വ്യക്തി ഒരു ബിസിനസ് നടത്തുന്ന സമയത്ത് അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം എന്താണ്, അദ്ദേഹം ഒറ്റയ്ക്കാണ് നടത്തുന്നത്. അത് തീർന്നു പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അദ്ദേഹം പെട്ടെന്ന് എന്താണ് ഇൻസാനിറ്റി അല്ലെങ്കിൽ മരിച്ചു പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ് കാരണം അദ്ദേഹത്തിന് പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാഴിക അല്ലെങ്കിൽ അദ്ദേഹത്തിന് പൈസ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് നിർത്തേണ്ടതായിട്ടുള്ള അവസ്ഥ ഒക്കെ വരുന്ന സമയത്ത് ആരുമില്ല കണ്ടിന്യൂ ചെയ്യാനായിട്ട് അല്ലേ. ആരും അത് ഏറ്റെടുത്ത് നടത്താനായിട്ട് ഇല്ല. കാരണം അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു അല്ലേ. ബാങ്ക്രപ്സി വന്നാലും അല്ലെങ്കിൽ ഫിസിക്കൽ അലൈൻമെൻറ്റ് വന്നാലും അല്ലെങ്കിൽ ഇൻപ്രിസൺമെൻറ്റ് വന്നാലും ഇൻസാനിറ്റി വന്നാലും ഡെത്ത് വന്നാലും എന്ത് വന്നാലും
വന്നാലും മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അപ്പം നമുക്ക് ഇതിൻ്റെ കുറച്ച് മെറിറ്റ്സും ഡിമെറിറ്റ്സും പഠിക്കാം. ഈ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഇതിൻ്റെ അകത്തു നിന്ന് 3 മാർക്സിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കാലാകാലങ്ങളായിട്ട് 3 മാർക്സിന് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അതെൻ്റെ കുഞ്ഞുങ്ങൾ പഠിച്ചിട്ട് പോകാം. മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉള്ള എല്ലാ ചാപ്റ്ററിൽ നിന്നും മിനിമം ആണ് മിസ് പറയുന്നത് ഒരു 3 മാർക്കിനുള്ളതെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങൾ പഠിച്ചിട്ടേ പോകാവുള്ളൂ. ചിലപ്പോൾ 4 മാർക്സിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ചിലപ്പോൾ 5 മാർക്സിനായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് എൻ്റെ കുഞ്ഞുങ്ങൾ മിനിമം 3 എണ്ണമെങ്കിലും പഠിച്ചിട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് വൺ, ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് അല്ലേ. അദ്ദേഹം ഒറ്റയ്ക്കേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ എന്താണ് സെൻട്രലൈസ്ഡ് കൺട്രോൾ ഓവർ ഹിസ് ബിസിനസ്. അദ്ദേഹം ഒറ്റയ്ക്കാണ് കൺട്രോൾ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഡിസിഷൻസ് പെട്ടെന്ന് എടുക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെയാണ് കോൺഫിഡൻഷ്യാലിറ്റി ഓർ ഇൻഫർമേഷൻ അല്ലേ. അപ്പം നമ്മുടെ എന്താണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, അദ്ദേഹത്തിന് എത്ര കടമുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എത്ര പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ബിസിനസ് എങ്ങനെയാണ് ഇത്രയും നല്ല അടിപൊളിയായിട്ട് റൺ ചെയ്യുന്നത് എന്ന സീക്രട്ട് കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൽ നിന്ന് തന്നെ വെളിയിലോട്ട് പോകത്തുള്ളൂ. അല്ലാതെ വേറൊരാളില്ലല്ലോ, ഒരൊറ്റ ഒരാളല്ലേ ബിസിനസ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞില്ലെങ്കിൽ ആരും അറിയാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല കോൺഫിഡൻഷ്യാലിറ്റിയാണ്, ആരും അറിയാതെ സീക്രട്ടായിട്ടത് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഈസിലി മെയിൻറ്റെയിൻ കോൺഫിഡൻഷ്യാലിറ്റി. അധികം ആൾക്കാരൊന്നും അറിയത്തില്ല, അദ്ദേഹത്തിന് പറയണം എന്ന് തോന്നുന്ന ആൾക്കാരോട് മാത്രം അദ്ദേഹത്തിന് പറഞ്ഞാൽ മതി, അല്ലാതെ ആരും വന്ന് ചോദിക്കാനോ പറയാനോ ഒന്നും വരത്തില്ല. അതുകൊണ്ട് തന്നെ കോൺഫിഡൻഷ്യാലിറ്റി കൂടുതലാണ്. പിന്നെ എന്താണ് ഡയറക്റ്റ് ഇൻസെൻറ്റീവ്. എന്താണ് ബീങ് എ സോൾ ഓണർ, ദ പ്രൊപ്പറേറ്റർ ഡസ് നോട്ട് നീഡ് ടു ഷെയർ പ്രോഫിറ്റ് ഓഫ് ഹിസ് ബിസിനസ് വിത്ത് എനി വൺ അല്ലേ. ആരുമായിട്ട് അദ്ദേഹം എന്താണ് പാർട്ട്ണർഷിപ്പാണോ തുടങ്ങിയേക്കുന്നത്? അല്ല, സോൾ പ്രൊപ്പറേറ്റർ ആണ് അല്ലേ, ഒറ്റയ്ക്കാണ് അദ്ദേഹം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കിട്ടുന്ന പ്രോഫിറ്റ് എല്ലാം അദ്ദേഹത്തിന് സ്വന്തമായിട്ട് എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം അദ്ദേഹം എടുക്കുന്ന ഒരു റിസ്കിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു ഇൻസെൻറ്റീവായിട്ടാണ് അദ്ദേഹത്തിന് പ്രോഫിറ്റ് കിട്ടുന്നത്. അത് അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് എടുക്കാം. സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെൻറ്റ് അല്ലേ, അദ്ദേഹം സ്വന്തമായിട്ട് എന്തോ ചെയ്തു എന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിന് വരും. ഡയറക്റ്റ് ഔട്ട്കം ഓഫ് ദി എഫേർട്ട് ഓഫ് ഹിസ് പ്രൊപ്പറേറ്റർ ഹിംസെൽഫ് അല്ലേ. അദ്ദേഹത്തിന് നല്ലൊരു പ്രോഫിറ്റ് ഒക്കെ കിട്ടുമ്പോഴത്തേക്ക് ഞാനൊരു സംഭവം എന്നൊക്കെ ഉള്ളൊരു ഫീലിംഗ് അദ്ദേഹത്തിന് തോന്നും. ആസ് എ റിസൾട്ട് സോൾ പ്രൊപ്പറേറ്റർ ഗെറ്റ് ഇമ്മൻസ് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ഓൺ ഹിസ് അച്ചീവ്മെൻറ്റ് ഇൻ പ്രൊപ്പറേറ്റർ ഹിംസെൽഫ് അല്ലേ. ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ അദ്ദേഹം ഫേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഈസ് ഓഫ് ഫോർമേഷൻ ആൻഡ് ക്ലോഷർ. ഇപ്പം നേരത്തെ പറഞ്ഞു, ഫോം ചെയ്യാനും അത് നിർത്താനും നമ്മൾ ഫീച്ചേഴ്സിൻ്റെ അകത്ത് പഠിച്ച സാധനം തന്നെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ എല്ലാത്തിൻ്റെയും ഫീച്ചേഴ്സ് പഠിക്കുവാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മെറിറ്റ്സും ഡിമെറിറ്റ്സും എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഫോം ചെയ്യാനും അതുപോലെ തന്നെ ക്ലോസ് ചെയ്യാനും അങ്ങനെ വലിയ ലീഗൽ ഫോർമാലിറ്റീസോ കാര്യങ്ങളൊന്നുമില്ല, അത് വളരെ സിമ്പിളായിട്ട് തന്നെ നടന്നോളും. ഇനിയുമാണ് ലിമിറ്റേഷൻസ്. ലിമിറ്റേഷൻസിൻ്റെ ഫസ്റ്റ് വൺ ആണ് ലിമിറ്റഡ് റിസോഴ്സസ്. എന്തുകൊണ്ടാണ് ലിമിറ്റഡ് റിസോഴ്സ് എന്ന് പറയുന്നത്? അദ്ദേഹം ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്, അദ്ദേഹത്തിനെ സഹായിക്കാൻ ആരുമില്ല. ഫണ്ടാണെങ്കിലും അദ്ദേഹം തന്നെ ഫണ്ട് ഇടേണ്ടി വരും, വേറെ ആരും തരത്തില്ല അല്ലേ. ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് കൊടുത്ത ആൾക്ക് പിന്നെന്താണ് ആ തന്ന എമൗണ്ടിനുള്ള ഇൻട്രസ്റ്റോ കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും അല്ലേ. അപ്പം അത് ശരിക്കും തന്നെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആവോ? ഇല്ല അല്ലേ. അപ്പം അതുകൊണ്ട് എന്താ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൻ്റെ കേസിൽ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കാണത്തുള്ളൂ. രണ്ടാമത്തെയാണ് ലിമിറ്റഡ് ലൈഫ് ഓഫ് ബിസിനസ് കൺസേൺ. സോൾ പ്രൊപ്പറേറ്റർ ഫോംസ് ഓഫ് ബിസിനസ് ലാക്സ് സ്റ്റേബിൾ എക്സിസ്റ്റൻസ് അല്ലേ. അദ്ദേഹം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, അദ്ദേഹത്തിന് ആ സ്റ്റാർട്ട് ചെയ്ത വ്യക്തിക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് പോകാൻ പറ്റുമോ? ഇല്ല. ചിലപ്പോൾ നന്നായിട്ട് പോകുന്ന ഒരു ഫേം ആയിരിക്കും, പക്ഷെ പെട്ടെന്നൊരു ഇതുപോലത്തെ ഒരു ദുർബല സാഹചര്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എന്താണ് എക്സിസ്റ്റൻസ് സ്റ്റേബിൾ ആണോ? അല്ല, ഇത് ഫ്ലക്ച്വേറ്റിംഗ് അല്ലേ. വേണമെങ്കിൽ നിർത്താം, അല്ലെങ്കിൽ മുന്നോട്ട് പോകാം എന്നുള്ള ഒരു അവസ്ഥയിലായിരിക്കും പോകുന്നത്. അൺലിമിറ്റഡ് ലയബിലിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രോഫിറ്റ് അദ്ദേഹത്തിന് എല്ലാം എടുക്കാം അല്ലേ. അപ്പോൾ പ്രോഫിറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ അവിടെ ലോസും അല്ലെങ്കിൽ ഇതുപോലെ ലയബിലിറ്റിയും അദ്ദേഹം ബെയർ ചെയ്യേണ്ടി വരും. എന്തെങ്കിലും പണി കിട്ടി ഒരു ബിസിനസ് പൈസ ഇല്ലാതെ അല്ലെങ്കിൽ കടത്തിൽ വല്ലതും ഓടുവാണെങ്കിൽ അതിൻ്റെ ഫുൾ ബാധ്യതയും ആ ഒരു സോൾ പ്രൊപ്പറേറ്ററിന് തന്നെയായിരിക്കും. ലിമിറ്റഡ് മാനേജീരിയൽ എബിലിറ്റി. എല്ലാവർക്കും മാനേജ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലേ. ഇപ്പം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന വ്യക്തിക്ക് നല്ല ഐഡിയ ഒക്കെ കാണുമായിരിക്കും, പക്ഷെ ആ ബിസിനസ് മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് അത്ര ടാലൻറ്റ് ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് ഭയങ്കര പാടായിരിക്കും. അപ്പം ഒറ്റയ്ക്ക് അത് അങ്ങനെ ഒരു വ്യക്തി ചെയ്യുവാണെങ്കിൽ ചിലപ്പം ആ ഒരു റീസണാൽ കട അല്ലെങ്കിൽ ബിസിനസ് പൂട്ടിയിട്ട് പോകേണ്ടി വരും അല്ലേ. Success or sole proprietor forms of business organization primarily depends upon the managerial skills of a sole proprietor. It is usually observed that not many people possible multi-skills. Okay, അപ്പം എല്ലാവർക്കും ഈ മൾട്ടി ടാസ്ക് ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. അത് വളരെ ചൂസൺ അല്ലെങ്കിൽ വളരെ റെയർ ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും ചെയ്യാൻ പറ്റുന്നത്, എല്ലാവർക്കും ചെയ്യാൻ പറ്റണം എന്നില്ല അല്ലേ. അപ്പം അങ്ങനത്തെ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ മാനേജീരിയൽ എബിലിറ്റി ലാക്ക് ചെയ്തുകൊണ്ട് തന്നെ അവരുടെ ബിസിനസ് അവിടെ ഡൗൺ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു സോൾ പ്രൊപ്പറേറ്റർ എന്ന ഭാഗം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്താണ് ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്. ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സിൻ്റെ അകത്ത് മെയിനായിട്ട് നമ്മൾ പഠിക്കേണ്ടത് കർത്തയുടെ ലയബിലിറ്റി, കർത്തയുടെ കൂടെ തന്നെ അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ നമുക്ക് കോ പാസനേഴ്സ് എന്ന് പറയാനായിട്ട് പറ്റും. അവരുടെ ലയബിലിറ്റി കാര്യങ്ങളും പഠിച്ചു വെക്കുക. 1 മാർക്കിനും 2 മാർക്സിനും
മാർക്സിനും ഒക്കെ ക്വസ്റ്റ്യൻ ഈ ഒരു ഭാഗത്തു നിന്ന് എപ്പോഴും ചോദിക്കുന്നതാണ്, പഠിക്കാതെ പോവരുത്. അപ്പം ഇത് ഹിന്ദു ലോ പ്രകാരമാണ് ഈ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അത് ഇന്ത്യയിൽ മാത്രം എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ് ഇസ് എ പെർട്ടിക്കുലർ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ഈ ഒരു ടൈപ്പ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഇന്ത്യയിൽ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ, കാരണം ഹിന്ദു ലോ പ്രകാരമാണ് ഇത് വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ആ ഒരു ഭാഗം പഠിച്ചു വെക്കുക. പിന്നെ ഈ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഈ ഒരു എന്താണ് ഈ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സിലെ ഒരു മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ബൈ ബർത്തിൽ നമുക്ക് കിട്ടും. 3 സക്സസീവ് ജനറേഷനിൽ ഇതിന് മെമ്പേഴ്സ് ആവാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ബൈ ബർത്തിൽ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് ബിലോ 18 ഇയേഴ്സ് ആൾക്കാർക്ക് ഇതിൻ്റെ അകത്ത് എന്താണ് ഒരു മെമ്പർ ആവാനായിട്ട് അവർക്ക് സാധിക്കും. ഓക്കെ, യെസ്. അപ്പം അതിൻ്റെ അകത്ത് വരുന്നുണ്ട് എൽഡസ്റ്റ് മെമ്പറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആരെന്നാണ് പറയുന്നത്? എൽഡസ്റ്റ് മെമ്പർ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് കർത്ത. ഓക്കെ, അറിയാത്തവർ പഠിക്കുക. 1 മാർക്കിന് ചോദിക്കും, 1 മാർക്കിന് ഉറപ്പായിട്ടും ചോദിക്കും. എൽഡസ്റ്റ് മെമ്പർ ഓഫ് ദ ഫാമിലി, ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സിലെ എൽഡസ്റ്റ് മെമ്പറിനെ നമുക്ക് കർത്ത എന്ന് പറയാനായിട്ട് സാധിക്കും. കർത്തയാണ് മെയിൻ, കർത്തയാണ് എല്ലാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്, അല്ലേ? എവിടെ നിന്ന് പണി വന്നാലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പൈസ പോകും, അങ്ങനെ ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ കർത്ത എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്. അദ്ദേഹം എന്താണ് എൽഡസ്റ്റ് മെമ്പർ ഓഫ് ദ ബിസിനസ് ഫാമിലി അല്ലെങ്കിൽ ഫാമിലി ബിസിനസ്സിലെ എൽഡസ്റ്റ് മെമ്പർ ആയിരിക്കും കർത്ത എന്ന് പറയുന്ന ആൾ. കോ പാസനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ മെമ്പേഴ്സ് ഹാവ് ഈക്വൽ ഓണർഷിപ്പ് റൈറ്റ് ഓവർ ദ പ്രോപ്പർട്ടി ഓഫ് ആൻ ആൻസിസ്റ്റർ ആൻഡ് ദേ ആർ നോൺ ആസ് കോ പാസനേഴ്സ്. എല്ലാവർക്കും ആ ഒരു ആൻസിസ്ട്രൽ പ്രോപ്പർട്ടിയിൽ റൈറ്റ് കാണും. പക്ഷേ അതിൻ്റെ അകത്ത് ഏറ്റവും പ്രായമൂത്ത ആളെയാണ് നമ്മൾ എൽഡസ്റ്റ് മെമ്പറിനെയാണ് നമ്മൾ കർത്ത എന്ന് വിളിക്കുന്നത്. ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സിന് ഒരു പേരുണ്ട്, ആ പേരാണ് കോ പാസനേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് ടു ലിമിറ്റ്സ് ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് ഷെയർസ് ഇൻ ദ ബിസിനസ്. ആ ബിസിനസ്സിലുള്ള അവരുടെ ഷെയർസിൻ്റെ എണ്ണം അനുസരിച്ചായിരിക്കും അവരുടെ ലയബിലിറ്റി ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും അവർ വരുന്നത്. പക്ഷേ അൺലിമിറ്റഡ് ലയബിലിറ്റി നമ്മുടെ കർത്തയ്ക്കാണ് അൺലിമിറ്റഡ് ലയബിലിറ്റി ഉള്ളത്. കൺഫ്യൂഷനൊന്നും ഇല്ലല്ലോ, ക്ലിയർ അല്ലേ? അപ്പം ഈ ഒരു ഭാഗം എൻ്റെ കുഞ്ഞുങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുക. 1 മാർക്സിനും 2 മാർക്സിനും ഒക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് മടി പിടിക്കേണ്ട, അത് പഠിച്ചേ പറ്റത്തുള്ളൂ. പേരെളുപ്പമല്ലേ? കർത്ത എന്ന് പറയുന്ന എൽഡസ്റ്റ് മെമ്പർ ഓഫ് ദ ഫാമിലി എന്ന് നമുക്ക് അറിയപ്പെടും. അതുപോലെ തന്നെ മൈനർ മെമ്പേഴ്സ് ഇതിൻ്റെ അകത്ത് വരും, അതായത് ബിലോ 18 ഇയേഴ്സ് ഉള്ള മെമ്പേഴ്സ് ഇതിൻ്റെ അകത്ത് വരും. കാരണം എന്താണ്, ബൈ ബർത്തിലാണ് ഇവരുടെ മെമ്പർഷിപ്പ് വരുന്നത്. പിന്നെ വരുന്നതാണ് കോ പാസനേഴ്സ്, അതായത് കർത്ത ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഫാമിലി മെമ്പേഴ്സും ഉണ്ടല്ലോ, ആ ഒരു ആൻസിസ്ട്രൽ പ്രോപ്പർട്ടിയിൽ റൈറ്റ്സ് ഉള്ള ആൾക്കാർ, അവരെ നമുക്ക് കോ പാസനേഴ്സ് എന്ന് പറയാനായിട്ട് പറ്റും. അവരുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് അവരുടെ ബിസിനസ്സിലുള്ള ഷെയർസിനനുസരിച്ചായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ലിമിറ്റഡ് ലയബിലിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങൾ എങ്ങനെയൊക്കെ എവിടെയൊക്കെ ചോദിച്ചാലും എൻ്റെ കുഞ്ഞുങ്ങൾ പഠിച്ചു വെച്ചോ, നിങ്ങൾക്ക് ഡിഗ്രിയിലും ഉപയോഗപ്പെടും. അപ്പോൾ അതുകൊണ്ട് പഠിച്ചിട്ട് പോവുക. ഫീച്ചേഴ്സ് ഓഫ് ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്. അപ്പോൾ ഈ ഫീച്ചേഴ്സ് പഠിക്കുവാണെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് തന്നെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് പോസിറ്റീവായിട്ടുള്ള മെറിറ്റ്സും ഡിമെറിറ്റ്സും നിങ്ങൾക്ക് തിരിച്ചെഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് ഫോർമേഷൻ. ഇതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? മിനിമം 2 മെമ്പേഴ്സ് എങ്കിലും വേണം, അല്ലേ? 2 മെമ്പേഴ്സ് എങ്കിലും മിനിമം വേണം, എന്നാൽ മാത്രമേ ഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് ഹിന്ദു സക്സഷൻ ആക്ട് 1956 പ്രകാരമാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഗവേൺ വരുന്നത്. പിന്നെ ഇതിൻ്റെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ബൈ ബർത്തിലെ നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹിന്ദു ഫാമിലി ബിസിനസ്സിൽ മൈനർ മെമ്പേഴ്സും ഇവരുടെ മെമ്പറാണ്. ഓക്കെ, അടുത്തതാണ് ലയബിലിറ്റി. കർത്തയുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡും കോ പാസനേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് ദയർ ഷെയർസ് ആണ്, ലിമിറ്റഡ് ലയബിലിറ്റിയാണ് വരുന്നത്. ഓക്കെ, കൺട്രോൾ എന്ന് പറയുന്നത് ഇത് മെയിനായിട്ട് കൺട്രോൾ ചെയ്ത് ഇതിൻ്റെ ഡിസിഷൻ കാര്യങ്ങളെല്ലാം ഫൈനൽ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് നമ്മുടെ സ്വന്തം കർത്തയാണ്. ഓൾ അതർ മെമ്പേഴ്സ് ഓഫ് ദി ബിസിനസ് ആർ ബോൺ ബൈ ദി ഡിസിഷൻസ് ഓഫ് ദി കർത്ത. ബാക്കി എല്ലാവരും കർത്ത എന്താണെന്ന് പറയുന്നത് അതിനനുസരിച്ചേ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. കണ്ടിന്യൂറ്റി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എൽഡസ്റ്റ് മെമ്പർ ഓഫ് ദ ഫാമിലി ആണ് നമ്മുടെ കർത്ത എന്ന് പറയുന്നത്. കർത്തയ്ക്ക് ഇപ്പോൾ പെട്ടെന്ന് വയ്യാതായി അല്ലെങ്കിൽ പെട്ടെന്ന് ഡെത്തോ ഇൻസാനിറ്റി അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റുവാണെങ്കിൽ അടുത്തത് ആര് എന്നൊരു ചോദ്യം വരും, അല്ലേ? അപ്പോൾ കണ്ടിന്യൂറ്റി ഇവിടെ ഉണ്ട്. നമ്മുടെ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സിൽ കണ്ടിന്യൂറ്റി ഉണ്ട്. സോൾ പ്രൊപ്പറേറ്റർ പോലെയല്ല, റൂൾ ചെയ്യുന്നതും അല്ലെങ്കിൽ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്ന ഒരാളാണെങ്കിൽ പോലും ആൾക്ക് വയ്യാതെയോ അല്ലെങ്കിൽ ഡെത്തോ ഇൻസാനിറ്റി അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ അടുത്ത എൽഡർ മോസ്റ്റ് മെമ്പർ ആരാണോ ആ ഫാമിലിയിൽ അദ്ദേഹത്തെ കർത്തയാക്കും. ഓക്കെ, അപ്പം അങ്ങനെയാണ് വരുന്നത്. ഹൗവർ ദ ബിസിനസ് ക്യാൻ ബി ഡിസോൾവ് ത്രൂ മ്യൂച്വൽ കൺസെൻറ്റ് ഓഫ് ഓൾ മെമ്പേഴ്സ്. ഇപ്പോൾ അവർക്കത് നിർത്തണം എന്നാണെങ്കിൽ മ്യൂച്വൽ കൺസെൻറ്റ് പ്രകാരം അവരുടെ എന്താണ് ഫാമിലി ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മെമ്പേഴ്സ് തമ്മിൽ സംസാരിച്ച് അവർക്കത് ബിസിനസ് ഡിസോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ അടുത്ത കർത്തയ്ക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത നെക്സ്റ്റ് എൽഡസ്റ്റ് മെമ്പർ ഓഫ് ദ ഫാമിലി ആയിരിക്കും അടുത്ത കർത്തയായിട്ട് ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. അതൊന്ന് ഓർത്ത് വെക്കുക. കണ്ടിന്യൂറ്റി ഉണ്ട് കേട്ടോ, ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സിൽ കണ്ടിന്യൂറ്റി ഉണ്ട്. ഇനി അവർക്ക് വേണ്ടെന്നാണെങ്കിൽ അത് അവർക്ക് പറഞ്ഞ് ഡിസോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. മൈനർ മെമ്പേഴ്സ് ഉണ്ട്. ഇവിടെ എന്തുകൊണ്ടാണ് മൈനർ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ
ബിലോ 18 years ആണ്. ഓക്കെ, അപ്പം ബിലോ 18 years ഉള്ള ആൾക്കാരും ഇതിൻ്റെ അകത്തുണ്ട്. കാരണം എന്താണ്, ബൈ ബർത്തിൽ തന്നെ എന്താണ് ഇവിടെ നമ്മുടെ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സിൻ്റെ മെമ്പർ ആവുകയാണ് ചെയ്യുന്നത് അല്ലേ. ആ ഒരു കുടുംബത്തിൽ ജനിച്ചു എന്ന പേരിൽ അവർക്ക് അതിൻ്റെ ഒരു മെമ്പർ ആവാനായിട്ട് പറ്റും. ഓക്കെ, ദിസ് ഈസ് ബിക്കോസ് ദ മെമ്പർഷിപ്പ് ടു ദ ഫാമിലി ബിസിനസ് ഇസ് അക്വയർഡ് ബൈ ദ ബർത്ത് ഇൻ എ പെർട്ടിക്കുലർ ഫാമിലി. ഇതും ഓർത്ത് വെക്കുക. എന്തുകൊണ്ട് മൈനർ മെമ്പർ വന്നു എന്നുള്ളൊരു ചോദ്യം വരുവാണെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇത് എഴുതി വെക്കാനായിട്ട് സാധിക്കും. മെറിറ്റ്സ്, ഇതിൻ്റെ അകത്ത് കുറച്ച് നല്ല കാര്യങ്ങളുണ്ട്. എന്നാണ്, എഫക്റ്റീവ് കൺട്രോൾ ആയിരിക്കും. കർത്ത ഹാസ് ആബ്സല്യൂട്ട് ഡിസിഷൻ മേക്കിംഗ് പവർ അല്ലേ. അദ്ദേഹത്തിന് നല്ല എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ്, നല്ല പവറുള്ള മനുഷ്യനാണ്. അദ്ദേഹം എടുക്കുന്ന വാക്കാണ് അന്ത്യവാക്ക് അല്ലെങ്കിൽ അവസാന വാക്ക് എന്ന് പറയുന്നത്. അന്തിമ തീരുമാനം എന്നൊക്കെ നമ്മൾ പറയത്തില്ല, ആ സാധനം. കണ്ടിന്യൂഡ് ബിസിനസ് എക്സിസ്റ്റൻസ്, അതായത് ഇപ്പോൾ കർത്തയ്ക്ക് എന്തെങ്കിലും പറ്റി മരിച്ചു മരണപ്പെടുകയോ അല്ലെങ്കിൽ ഡെത്തോ ഇൻസാനിറ്റിയോ വല്ലതും വരുവാണെങ്കിൽ അടുത്ത ആൾക്ക് അത് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അടുത്ത എൽഡമോസ്റ്റ് ഫാമിലി മെമ്പറിന് കർത്തയായിട്ട് ആ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ലിമിറ്റഡ് ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ്, ഇവിടെ എന്താണ് വരുന്നത്, മെമ്പേഴ്സിൻ്റെ കേസിൽ, അഥവാ മെമ്പേഴ്സിന് നമ്മൾ വേറൊരു പേര് പറഞ്ഞായിരുന്നു, ഒന്നോർത്തെ പെട്ടെന്നോർത്തെ കോ പാസനേഴ്സ് എന്ന് നമ്മൾ പറയും അല്ലേ. അപ്പോൾ നമ്മുടെ കോ പാസനേഴ്സ് എന്താണ്, ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. അവർക്ക് അവരുടെ ഷെയർസിനനുസരിച്ചുള്ള ലയബിലിറ്റീസ് അവർക്ക് വരത്തുള്ളൂ. ആൻഡ് കോൺസിക്വൻ്റ്ലി ദർ റിസ്ക് ഇസ് വെൽ ഡിഫൈൻ ആൻഡ് പ്രിസൈസ്, അതായത് അവർക്ക് കർത്തയുടെ അത്രയും റിസ്ക്കോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇൻക്രീസ്ഡ് ലോയൽറ്റി ആൻഡ് കോപ്പറേഷൻ, എന്താണ്, സിൻസ് ദ ബിസിനസ് ഇസ് റൺ ബൈ ദി മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി ദർ ഇസ് എ ഗ്രേറ്റർ സെൻസ് ഓഫ് ലോയൽറ്റി ടുവേർഡ്സ് ദി അതേഴ്സ്. അതായത് അവിടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ആ ഒരു മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഫാമിലിയിലുള്ളവർ തന്നെ ആയതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ കുടുംബ മഹിമ മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ കുടുംബത്തിലെ ബിസിനസ് മുന്നോട്ട് നന്നായി കൊണ്ടുപോകണം എന്നൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ അവിടെ എന്താണ്, ലോയൽറ്റിയും കോപ്പറേഷനും വളരെ കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്താണ്. അപ്പം നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഒരു ആസ്പെക്ട് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒരു സൈഡ് നമ്മൾ കണ്ടു. ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് നെഗറ്റീവായിട്ടുള്ള സാധനമാണ്, നെഗാണ് കാണാനായിട്ട് പോകുന്നത്. ലിമിറ്റേഷൻസ് ആണ് കേട്ടോ. ലിമിറ്റേഷൻസ് ഓഫ് ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ് ആണ്. അപ്പോൾ ഫസ്റ്റ് വൺ, ലിമിറ്റഡ് റിസോഴ്സസ് ആയിരിക്കും വരുന്നത്. അവരും അല്ലെങ്കിൽ കർത്തയുടെ കുടുംബവും ആ ഒരു ഫാമിലി മാത്രമായിട്ട് ഒതുങ്ങുന്ന ഒരു ചെറിയ സർക്കിൾ ആയതുകൊണ്ട് തന്നെ റിസോഴ്സസ് ഒക്കെ ലിമിറ്റഡ് ആയിരിക്കും. ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ് ഫേസ് ദ പ്രോബ്ലം ഓഫ് ലിമിറ്റഡ് ക്യാപിറ്റൽ ആറ്റ് ഇസ് ഡിപ്പെൻഡ് മെയിൻലി ഓൺ ദി ആൻസെസ്ട്രൽ പ്രോപ്പർട്ടി. അത് തന്നെയല്ല, അവർ ആൻസെസ്ട്രൽ പ്രോപ്പർട്ടി വെച്ചാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു ക്യാപിറ്റൽ മാത്രമേ അവരുടെ കയ്യിൽ കാണത്തുള്ളൂ. ദിസ് ലിമിറ്റ്സ് ദ സ്കോപ്പ് ഓഫ് എക്സ്പാൻഷൻ ഓഫ് ബിസിനസ്. അതുകൊണ്ട് തന്നെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഒരു സം അവരുടെ കയ്യിൽ കാണണമെന്നില്ല. അൺലിമിറ്റഡ് ലയബിലിറ്റി ഓഫ് കർത്ത, എന്ത് പണി കിട്ടിയാലും ആ ഒരു ബിസിനസ് പൊട്ടിപ്പോകാറായെങ്കിൽ പോലും അതിൻ്റെ കട മൊത്തം വീട്ടേണ്ടത് നമ്മുടെ കർത്തയാണ്. കാരണം അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ്. അദ്ദേഹമാണ് അന്തിമ തീരുമാനമെടുക്കുന്ന വ്യക്തി. അദ്ദേഹമാണ് എല്ലാ കാര്യത്തിലും തീരുമാനം എടുക്കുന്ന ആയിക്കോട്ടെ, ഐഡിയ കൊണ്ടുവരുന്ന ആയിക്കോട്ടെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അൺലിമിറ്റഡ് ലയബിലിറ്റി ഉണ്ട്. ഹിസ് പേഴ്സണൽ പ്രോപ്പർട്ടി ക്യാൻ ബി യൂസ് ടു റീപേ ബിസിനസ് ഡെപ്സ്. ഇപ്പം കടമൊക്കെ വന്നിട്ട് ആൾക്കാർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാതെ വരുവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പൈസ എടുത്ത് അദ്ദേഹത്തിന് പേ ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥ വരും. ഓക്കെ, ഡോമിനൻസ് ഓഫ് കർത്ത. ഇപ്പം നെഗറ്റീവ് വരുന്നതിൻ്റെ അത് ഡോമിനൻസ് ഓഫ് കർത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. കാരണം നമ്മൾ ആദ്യം തൊട്ടേ നമ്മൾ പറയുന്നുണ്ട് കർത്തയാണ് മെയിൻ, കർത്തയാണല്ല അല്ലേ. ബാക്കി മെമ്പേഴ്സ് ഉണ്ട്, അവർക്കും ഈക്വൽ പാർട്ടിസിപ്പേഷൻ ആണുള്ളത്. പക്ഷേ എന്നാലും എൽഡർ മോസ്റ്റ് മെമ്പർ ഓഫ് എ ഫാമിലി എന്ന ഉള്ളൊരു കൺസിഡറേഷൻ കാരണം ഇപ്പം എടുക്കുന്ന തീരുമാനം, എല്ലാവരും എടുക്കുന്ന തീരുമാനം ശരിയാവണം എന്നില്ല അല്ലേ. അപ്പം കർത്ത പെട്ടെന്ന് ഞാൻ സീനിയറാണ്, ഞാൻ എടുക്കുന്ന തീരുമാനമാണ് ശരി എന്ന് പറഞ്ഞ് തെറ്റായ തീരുമാനം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർക്ക് അതിന് വോയിസ് ഇല്ല. അതുകൊണ്ട് തന്നെ എന്താണ്, കർത്ത ഇൻഡിവിജ്വലി മാനേജസ് ദ ബിസിനസ് വിച്ച് മേ അറ്റ് ദ ടൈം നോട്ട് ബി ആക്സെപ്റ്റബിൾ ടു ദി അതർ മെമ്പേഴ്സ്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് അത് ഇഷ്ടപ്പെടണമെന്നുണ്ടോ, ഇല്ല അല്ലേ. ദിസ് മേ കോസ് കോൺഫ്ലിക്ട്സ് among them and may even lead to break down of the family units. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങൾ കേൾക്കാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് കർത്ത എങ്കിൽ ബാക്കിയുള്ള മെമ്പേഴ്സിന് അത് ബാഡ് ആകും അല്ലേ, ബാഡ് അടിക്കും. പിന്നെന്താണ്, അവരെന്താണ് ബ്രേക്ക് ഡൗൺ ആവും അല്ലേ, അല്ലെങ്കിൽ അവരുടെ ഫാമിലി സ്പ്ലിറ്റായി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മോസ്റ്റ്ലി ഈ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സിൻ്റെ കേസിൽ വരുമ്പോഴത്തേക്ക് ഇതുപോലെ സ്പ്ലിറ്റുകളൊക്കെ വരുന്നത് അതുകൊണ്ടാണ്. ഒരു ഡോമിനൻസ് കർത്തയ്ക്ക് വരുന്നുണ്ട്. ലിമിറ്റഡ് മാനേജീരിയൽ സ്കിൽസ് അല്ലേ. എല്ലാ കർത്തമാർക്കും മാനേജ് ചെയ്യാൻ അറിയണമെന്നുണ്ടോ, ഇല്ല അല്ലേ. അപ്പം അതുകൊണ്ട് മാനേജീരിയൽ സ്കിൽസ് കുറവുള്ള കർത്ത ഈ ഇതുപോലൊരു റൂളിംഗ് ഇതിൽ വരുവാണ്, പവറിൽ വരുവാണെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ മാനേജീരിയൽ സ്കിൽസ് കുറവായതുകൊണ്ട് തന്നെ ബിസിനസ് മുന്നോട്ട് പോകാൻ സാധ്യത കുറവാണെന്നാണ് പറയുന്നത്. സിൻസ് കർത്ത കനോട്ട് ബി എക്സ്പെർട്ട് ഇൻ ഓൾ ഏരിയാസ് ഓഫ് മാനേജ്മെൻറ്റ് ദ ബിസിനസ് മേ സഫർ ആസ് എ റിസൾട്ട് ഓഫ് ഹിസ് അൺവൈസ് ഡിസിഷൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചിലപ്പോൾ മണ്ടൻ തീരുമാനങ്ങളൊക്കെ എടുത്തെന്ന് വരാം അല്ലേ. അത് നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കും. ഹിസ് ഇനബിലിറ്റി ടു ഡിസൈഡ് എഫക്റ്റീവ്ലി മേ റിസൾട്ട് ഇൻ ടു ദ പുവർ പ്രോഫിറ്റ് ഓർ ഇവൻ ലോസ് ഓഫ് ദി ഓർഗനൈസേഷൻ. പ്രോഫിറ്റും
പ്രോഫിറ്റ് അധികം കിട്ടാതെയും അതുപോലെ തന്നെ നഷ്ടങ്ങൾ കൂടുതൽ വരാനും ഉള്ള സാധ്യത ഇവിടെ ഉണ്ട്. അപ്പോൾ നോക്കിക്കേ, ഒരു ചെറിയ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ദ പേഴ്സൺ ഹു ഹാവ് ഈക്വൽ ഓണർഷിപ്പ് റൈറ്റ് ഓവർ ദ പ്രോപ്പർട്ടി ഓഫ് ആൻ ആൻസിസ്റ്റർ ഇസ് നോൺ ആസ് ഡാഷ്. അപ്പോൾ കറുത്ത അല്ലാതെ ആരാണ് ഇവിടെ ഉള്ളത്? നമ്മുടെ കോ പാസനേഴ്സ് ആണ് അല്ലേ. ഈക്വൽ റൈറ്റ് ഓവർ ദി എന്താണ് ആൻസിസ്ട്രൽ പ്രോപ്പർട്ടി അല്ലേ. അപ്പോൾ അതുകൊണ്ട് അവരെ നമുക്ക് കോ പാസനേഴ്സ് എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. ഡാഷ് കൺട്രോൾ ദ ബിസിനസ് ഓപ്പറേഷൻസ് ഓഫ് HUF, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി അല്ലെങ്കിൽ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ് എന്നറിയപ്പെടുന്ന ആ ഒരു ബിസിനസ് കൺട്രോൾ ചെയ്യുന്ന ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരുമല്ല, ആരാണ്? കർത്തയാണ് അല്ലേ. കർത്തയാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഇത്ര എൻ്റെ കുഞ്ഞുങ്ങൾക്ക് സെറ്റ് അല്ലേ? ഓക്കെ, അടുത്തതാണ് പാർട്ട്ണർഷിപ്പ്. നമ്മുടെ പേര് പോലെ തന്നെ രണ്ടോ അതിൽ കൂടുതലോ ആൾക്കാരോ ഒന്നിച്ച് ചെയ്യുന്ന ഒരു ബിസിനസ്സിനെ നമുക്ക് പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറയാനായിട്ട് സാധിക്കും അല്ലേ. എല്ലാവർക്കും അറിയാവുന്ന പോലത്തെ തന്നെ കാര്യങ്ങളൊക്കെ മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. ദ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 വെട്ടിയിട്ടതല്ല, കൈകൊണ്ടതാണ്. ഓക്കെ, ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 ഡിഫൈൻസ് പാർട്ട്ണർഷിപ്പ് ആസ് ദി റിലേഷൻ ബിറ്റ്വീൻ person who have agreed to share the profit of the business carried on by all or any one of them acting for all എന്നാണ് പറയുന്നത്. വേറൊന്നുമില്ല, സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഒരു ബിസിനസ് നടത്തുമ്പോൾ ഇവർ രണ്ടുപേരും ചേർന്നാണ് ഒരു ബിസിനസ് നടത്തുന്നതെങ്കിൽ അവർ ഷെയർ ചെയ്ത് ആ പ്രോഫിറ്റ് എടുക്കുന്നു, അത് അഗ്രി ചെയ്യുന്നവരെ അവർ പാർട്ട്ണർഷിപ്പിലാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ദ ഇൻഡിവിജ്വൽ കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് എ പാർട്ട്ണർഷിപ്പ് ആർ കോൾഡ് പാർട്ട്നേഴ്സ്. അപ്പം ഇത് ചെയ്യുന്ന ഈ ഒരു ആക്ഷൻ ചെയ്യുന്ന ആൾക്കാരെ പാർട്ട്നേഴ്സ് എന്ന് വിളിക്കപ്പെടും. ദേ ആർ കളക്റ്റീവ്ലി നോൺ ആസ് എ ഫേം. അവരെ നമുക്ക് ഫേം എന്നും അറിയപ്പെടാം. ഓക്കെ, രണ്ടോ രണ്ടിൽ കൂടുതലോ ആൾക്കാർ ചേർന്ന് ചെയ്യുന്നതാണല്ലോ പാർട്ട്ണർഷിപ്പ്. അപ്പോൾ അവരെ നമുക്ക് ഫേം എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. അപ്പം ഇതിൻ്റെ അകത്ത് ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ഫീച്ചേഴ്സ്, മെറിറ്റ്സ്, ഡിമെറിറ്റ്സ് ഒക്കെ പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. മിനിമം 4-3 പോയിൻറ്റ്സ് എങ്കിലും മിനിമം എൻ്റെ കുഞ്ഞുങ്ങൾ ഫീച്ചേഴ്സിൽ നിന്നും മെറിറ്റ്സും ഡിമെറിറ്റ്സിൽ നിന്നും പഠിച്ചു വെക്കുക. കാരണം ഈ ഫീച്ചേഴ്സ് പഠിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മെറിറ്റ്സും ഡിമെറിറ്റ്സും തിരിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് പഠിക്കുന്നതിൻ്റെ മെയിൻ റീസൺ എപ്പോഴും 3 മാർക്സ് അല്ലെങ്കിൽ 4 മാർക്സിനൊക്കെ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം വരുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഞെട്ടിപ്പോവരുത്. നിങ്ങൾക്ക് അറിയാമെങ്കിലും ചിലപ്പം നിങ്ങൾ വിചാരിക്കും അയ്യോ ഇത് പഠിച്ചത് പക്ഷേ മറന്നുപോയി. പക്ഷേ ആ ഒരു അവസ്ഥയിലിരിക്കരുത്. മിനിമം 3-4 പോയിൻറ്റ്സ് എങ്കിലും എൻ്റെ കുഞ്ഞുങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ ഫസ്റ്റ് ഫീച്ചർ ഓഫ് എ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഫോർമേഷൻ ആണ്. എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഇറ്റ് ഇസ് ഗവേൺ ബൈ ദി ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരം ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പാർട്ട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദർ ഇസ് എൻ അഗ്രിമെന്റ് ബിറ്റ്വീൻ ദ പേഴ്സൺസ് അല്ലേ. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും 2 ആൾക്കാരാണ് പാർട്ട്ണർഷിപ്പിൽ വരുന്നെങ്കിൽ അല്ലെങ്കിൽ 3 ആൾക്കാരാണ് പാർട്ട്ണർഷിപ്പ് വരുന്നെങ്കിൽ ആരൊക്കെയാണോ വരാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് എല്ലാവർക്കും എന്ത് വേണം? ഒരു അഗ്രിമെൻറ്റ് വേണം അല്ലേ. അഗ്രി ചെയ്യണം, ഞാൻ ഇത്രയും ശതമാനം തരും അല്ലെങ്കിൽ നമുക്ക് 3 പേർക്കും കൂടെ ഇത് ചെയ്യാം എന്നുള്ളൊരു അഗ്രിമെൻറ്റിലേക്ക് ഏർപ്പെടണം. അതൊരു ലോഫുൾ ബിസിനസ്സാണ് ആൻഡ് പ്രോഫിറ്റ് മോട്ടീവാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ പാർട്ട്ണർഷിപ്പിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ മെയിൻ മോട്ടീവ് നോക്കുന്നത് പ്രോഫിറ്റാണ് കേട്ടോ. ഓക്കെ, ലയബിലിറ്റിയുടെ കേസിൽ അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ്. കാരണം അവരെല്ലാവരും ഉത്തരവാദികളാണ്, അതുകൊണ്ട് തന്നെ അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്. ദ പാർട്ട്നേഴ്സ് ആർ ജോയിൻറ്റ്ലി ആൻഡ് ഇൻഡിവിജ്വലി ലയബിൾ ഫോർ ദ പേയ്മെൻറ്റ്സ് ഓഫ് ഡെപ്സ് അല്ലേ. അപ്പോൾ ഇൻഡിവിജ്വലി അല്ലെങ്കിൽ ജോയിൻറ്റ്ലി അവരെന്താണ്, ഇപ്പം അതിലിപ്പോൾ 3 പേരുള്ളതിൽ ഒരാൾക്ക് ഇതുപോലെ ഡെപ്സ് കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ബാക്കി എല്ലാവരും കൂടെ ചേർന്ന് ബാക്കി വന്നിരിക്കുന്ന ആ ഡെപ്സ് കവർ ചെയ്യണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. റിസ്ക് ബെയറിംഗ് എന്ന് പറയുന്നത് അവരുടെ പ്രോഫിറ്റ് ഷെയർസിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ഷെയർസ് പോലെ ആയിരിക്കും അവരുടെ റിസ്ക് ബെയറിംഗ് ഇരിക്കുന്നത്. പാർട്ട്നർ ഷോൾഡർ ദ റിസ്ക് ദ ബിസിനസ് ആസ് എ ടേം. അതായത് അവർക്ക് എന്തെങ്കിലും ഇതുപോലെ റിസ്കുകൾ വരുവാണെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെ തലയിലായിരിക്കും വരുന്നത്. റിവാർഡ്സ് കം ഇൻ ഫോം ഓഫ് പ്രോഫിറ്റ് വിച്ച് ആർ ഷെയർ ഇൻ ദ അഗ്രീഡ് റേഷ്യോ. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് അഗ്രീഡ് റേഷ്യോ എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പം ഈ റേഷ്യോ എന്നിവർ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ചിലപ്പം ബിസിനസ്സിലൊരു 60% ഒരാളിടും, ചിലപ്പോൾ 40% എടുത്തുള്ളായിരിക്കും, ചിലപ്പോൾ 20% ഒരാൾ കോൺട്രിബ്യൂട്ട് ചെയ്യത്തുള്ളായിരിക്കും അല്ലേ. അപ്പോൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആ ഒരു റേഷ്യോ അനുസരിച്ചായിരിക്കും അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റും അവർ വീതിച്ച് കൊടുക്കുന്നത് അല്ലേ. അല്ലാതെ 10 രൂപ അല്ലെങ്കിൽ 10% കൊടുത്ത ഒരാൾക്കും കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ പകുതി തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ എത്ര ശതമാനമാണോ അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എത്ര ശതമാനമാണോ ആ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി അവർ കൊടുത്തിരിക്കുന്ന എമൗണ്ട്, അതിൻ്റെ ആ ഒരു പെർസെൻറ്റേജ് മാത്രമേ അവർക്ക് തിരിച്ച് റിട്ടേൺ ആയിട്ട് കിട്ടത്തുള്ളൂ. They have to share the losses in the same ratio in the event of firm incurring losses. ലോസസിൻ്റെ സമയത്ത് അത് ഒരേ റേഷ്യോയിൽ തന്നെ അവർ അത് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. കാരണം അവരെല്ലാവരും കൂടെ ഒന്നിച്ച് തീരുമാനമെടുത്ത് തുടങ്ങിയൊരു കാര്യമാണ് അല്ലേ. ഇപ്പോൾ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കൺട്രോളിൻ്റെ കേസിൽ
പാർട്ട്നേഴ്സിൽ 2 പേര് കൂടുതലുള്ളതുകൊണ്ട് തന്നെ അവർക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ, അല്ലെങ്കിൽ ഇപ്പം 3 പേരാണെങ്കിൽ 3 പേർക്കും 3 തരത്തിലുള്ള പോയിന്റ് ഓഫ് വ്യൂയിലുള്ള ഒപ്പീനിയൻസ് കിട്ടും. അതൊരു പോസിറ്റീവ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അറ്റ് ദ സെയിം ടൈം നെഗറ്റീവായിട്ട് നമുക്ക് കാണാം. കാരണം കോൺഫ്ലിക്ട്സ് വരും അല്ലേ. ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞു, അത് എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. അപ്പോൾ ചിലവർ അതിന് എഗൻസ്റ്റ് ആയിട്ട് പറയുന്നു, അവസാനം ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറേ കോംപ്ലിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം മറ്റേ ആൾക്കാർക്ക് 2 പേർക്കും ഐഡിയ ഇല്ല. അപ്പോൾ മൂന്നാമതൊരാൾ വന്നിട്ട് ഒരു ഐഡിയ കൊടുക്കുമ്പോൾ അത് ഒരു കോൺട്രിബ്യൂഷനായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ പാർട്ട്നേഴ്സ് ഷെയർ എമംഗ് ദംസെൽഫ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കൺട്രോൾ ഓഫ് ദ ഡേ ടു ഡേ അഫയേഴ്സ്. ഡിസിഷൻസ് ആർ ടേക്കൺ വിത്ത് മ്യൂച്വൽ കൺസെൻറ്റ്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് മ്യൂച്വലി അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മാത്രമേ തീരുമാനം എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഞാൻ എടുക്കുന്ന തീരുമാനമാണ് ശരിയെന്ന് നമുക്ക് അങ്ങനെ പറഞ്ഞു നിൽക്കാൻ പറ്റത്തില്ല. അടുത്തതാണ് കണ്ടിന്യൂറ്റി. എന്താണ് കണ്ടിന്യൂറ്റി? ഡെത്ത്, റിട്ടയർമെൻറ്റ്, ഇൻസോൾവൻസി ഓർ ഇൻസാനിറ്റി ഓഫ് എ പാർട്ട്ണർ ക്യാൻ പുട്ട് ആൻ എൻഡ് ടു ദി പാർട്ട്ണർഷിപ്പ്. അതായത് പാർട്ട്ണർഷിപ്പിൻ്റെ ഇടയിൽ ഡെത്ത് അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് അല്ലെങ്കിൽ ഇൻസോൾവൻസി അല്ലെങ്കിൽ ഇൻസാനിറ്റി ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ ആർക്കെങ്കിലും ഇപ്പോൾ 2 പാർട്ട്നേഴ്സ് തമ്മിൽ ഒരു ബിസിനസ് നടത്തുവാണ്, ഇതിൻ്റെ ഇടയിൽ ഒരാൾ മരണപ്പെട്ടു അല്ലെങ്കിൽ റിട്ടയറായി അല്ലെങ്കിൽ ഇൻസോൾവെൻ്റായി അല്ലെങ്കിൽ ഇൻസാനിറ്റി വരുന്നു, അപ്പം അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ ആ പാർട്ട്ണർഷിപ്പ് അവിടെ എൻഡ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പം ആ ഒരു ബിസിനസ് പിന്നെ മുന്നോട്ട് വേറൊരാളായിട്ട് മറ്റേ അദ്ദേഹത്തിന് സ്റ്റാർട്ട് ചെയ്യായിരിക്കും, അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന ആൾക്ക് സ്റ്റാർട്ട് ചെയ്യായിരിക്കും. പക്ഷെ അത് പുതിയ എഗ്രിമെൻറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പണ്ടത്തെ എഗ്രിമെൻറ്റ്, അവർ നേരത്തെ പാർട്ട്ണറായിട്ടുള്ള ആ എഗ്രിമെൻറ്റ് അവിടെ എൻഡ് ചെയ്യപ്പെടുകയാണ്. ഹവർ ദ റിമൈനിങ് പാർട്ട്ണർ മേ കണ്ടിന്യൂ അണ്ടർ എ ന്യൂ എഗ്രിമെൻറ്റ്. അതാണ് ഇവിടെ പറയുന്നത്. പുതിയൊരു എഗ്രിമെൻറ്റിൻ്റെ അടലിൽ അദ്ദേഹത്തിന് സ്റ്റാർട്ട് ചെയ്യാം, പക്ഷേ പണ്ടത്തെ എഗ്രിമെൻറ്റ് അവിടെ വെച്ച് ബ്രേക്ക് ആവുകയാണ്. നമ്പർ ഓഫ് പാർട്ട്നേഴ്സ്, എത്ര പാർട്ട്നേഴ്സ് വരെ നമുക്ക് പറ്റും? മിനിമം ഓഫ് 2 persons. അപ്പോൾ ഇവിടെ മിനിമം 2. അപ്പോൾ മിനിമം ഓഫ് 2 persons ആൻഡ് റിക്വയർ ഫോർ എ ഫോമർ പാർട്ട്ണർഷിപ്പ്. അപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ മിനിമം 2 പേരെങ്കിലും വേണം. അപ്പോൾ മാക്സിമം എത്രയാണെന്ന് അറിയാമോ? മാക്സിമം ഒന്ന് ഊഹിച്ചേ. മാക്സിമം നമ്പർ എന്ന് പറയുന്നത് 50 ആണ് കേട്ടോ. 2ഉം 50ഉം ഓർത്ത് വെക്കുക. നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ആണ് കേട്ടോ. നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ അതെൻ്റെ കുഞ്ഞുങ്ങൾ ഓർത്ത് വെക്കുക. 1 മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. മിനിമം 2 പേരും മാക്സിമം 50 പേരുമാണ് വരുന്നത് നമ്പർ ഓഫ് പാർട്ട്ണർഷിപ്പിൻ്റെ കേസിൽ. ഓക്കെ, മ്യൂച്വൽ ഏജൻസി എന്താണ്? പാർട്ട്ണർഷിപ്പ് ഡിഫൈൻ ഹൈലൈറ്റ്സ് ദ ഫാക്ട് ദാറ്റ് ഇറ്റ് ഈസ് എ ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി വൺ ഓഫ് ദി ആക്ടിങ് ഫോർ ഓൾ. അതായത് മ്യൂച്വൽ ഏജൻസി എന്ന് ഉദ്ദേശിക്കുന്നത് അതൊരു ബിസിനസ്സാണ് അവർ ക്യാരി ഫോർവേഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്നത്. ദസ് പ്രിൻസിപ്പൽ ഏജന്റ് റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ഇൻ എ പാർട്ട്ണർഷിപ്പ്. പ്രിൻസിപ്പൽ ഏജന്റ് എന്ന റിലേഷൻഷിപ്പ് മുന്നോട്ട് പാർട്ട്ണർഷിപ്പിൻ്റെ കേസിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഹി ഈസ് ഏജന്റ് വെൻ ഹി മേക്സ് അതർ ലയബിൾ ഫോർ ഹിസ് ആക്ട്. ഓക്കെ, ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് നമ്മളിപ്പോൾ പാർട്ട്നേഴ്സ് ആയിരിക്കുന്ന സമയത്ത് ഇപ്പോൾ 2 പേരാണ് പാർട്ട്നേഴ്സ്. ഓക്കെ, ഇപ്പം നിങ്ങൾ സപ്പോസ് നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ മനസ്സിൽ ധ്യാനിക്കുക. 2 പേരാണ് പാർട്ട്നേഴ്സ്. അപ്പം ഇതിൽ എ എന്നും ബി എന്നും നമുക്ക് പേര് കൊടുക്കാം. ഇപ്പം എ എന്ത് കുരുത്തക്കേട് കാണിച്ചാലും ബി എന്ന് പറയുന്ന ആളുടെ തലയിൽ വരും അല്ലേ. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ചേച്ചിമാരോ ചേട്ടന്മാരോ അല്ലെങ്കിൽ അനിയന്മാരോ അനിയത്തിമാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെന്ത് കുരുത്തക്കേട് കാണിച്ചാലും അതിൻ്റെ അവസാനം പേര് വരുന്നത് നമ്മുടെ തലയിലും കൂടെ അല്ലേ. നമ്മൾ 2 പേരും ചെയ്തു എന്ന് പറഞ്ഞാണ് എൻ്റെ പേര് വരുന്നത്. അതുപോലെ തന്നെയാണ് പാർട്ട്നേഴ്സിൻ്റെ കേസിൽ ഏജൻറ്റും പ്രിൻസിപ്പളും. പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള ആൾ, ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പളിന് വേണ്ടി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ചെയ്യണമെന്ന് മാത്രമേ ഇവിടെ അർത്ഥം വരുന്നുള്ളൂ. ഇവിടെ പറയുന്നത് ഹി ഈസ് ഏജന്റ് വെൻ ഹി മേക്സ് അതേഴ്സ് ലയബിൾ ഫോർ ഹിസ് ആക്ട്. അതായത് മറ്റൊരാൾ എന്തെങ്കിലും തെറ്റ് ചെയ്താലും ഇപ്പം എ എന്ന് പറയുന്ന വ്യക്തിയാണ് തെറ്റ് ചെയ്തെങ്കിൽ ബി എന്ന് പറയുന്ന വ്യക്തിയും ആ ഒരു എ എന്ന് പറയുന്ന വ്യക്തി ചെയ്ത തെറ്റിന് ഉത്തരവാദിയാണ് എന്നാണ് പറയുന്നത്. കൺഫ്യൂഷനായോ? എയും ബിയും എല്ലാവരും കൂടെ വന്നപ്പോൾ മൊത്തത്തിൽ കൺഫ്യൂഷനായി അല്ലേ. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ആളാണ് ദിസ് പേഴ്സൺ ഇസ് റോങ്. ഓക്കെ, അപ്പം ഈ പുള്ളി എന്തെങ്കിലും തെറ്റായ ആക്ട് ചെയ്തു. പക്ഷേ ഈ ബി അയ്യോ ഞാനത് കണ്ടില്ല, ഞാൻ അറിഞ്ഞില്ല, ഞാനല്ല ചെയ്ത് എന്ന് പറഞ്ഞ് കൈയൊടിയാനായിട്ട് പറ്റത്തില്ല അല്ലേ. എ എന്ത് ചെയ്തോ അതിന് ഫുള്ളി ലയബിൾ ആണ് ബി എന്ന് പറയുന്ന വ്യക്തി. ഹി ബിക്കം പ്രിൻസിപ്പൽ വെൻ അതർ പാർട്ട്നേഴ്സ് മേക്ക് ഹിം ലയബിൾ ഫോർ ദി ആക്ട്. ഇതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അടുത്തതാണ് മെറിറ്റ്സ് ഓഫ് പ്രിൻസിപ്പൽ. എന്താണ് മെറിറ്റ്സ് ഓഫ് പ്രിൻസിപ്പൽ? കുറച്ചധികം മെറിറ്റ്സ് ഓഫ് പ്രിൻസിപ്പൽസ് ഉണ്ട്. അതിൻ്റെ അകത്തുനിന്ന് ഒരു 3 അല്ലെങ്കിൽ 4 പോയിന്റ്സ് എൻ്റെ കുഞ്ഞുങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് ഈസ് ഓഫ് ഫോർമേഷൻ ആൻഡ് ക്ലോഷർ. എന്താണ്? ഇവിടെ പാർട്ട്നേഴ്സ് ആണ്. അപ്പം നമ്മൾ 2 പേരും, ഇപ്പം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും തമ്മിൽ 2 പേരും വില്ലിങ് ആണ്, ഇങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ റെഡിയാണ് എന്ന് നമ്മൾ വില്ലിങ് ആണെങ്കിൽ, 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് ഓക്കെ ആണെങ്കിൽ അത് ഫോം ചെയ്യാനായിട്ട് വലിയ പാടൊന്നുമില്ല അല്ലേ. നമ്മൾ ഒറ്റ മൈൻഡിൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്യും അല്ലേ. അതാണ് ദ പ്രോസസ് ഓഫ്
formation of is relatively easy as the registration of the firm is not compulsory. അപ്പോൾ ചില കേസിൽ അത് കമ്പൽസറി അല്ല നമ്മുടെ ഫേം രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നത്. ഓൾസോ ദ ക്ലോഷർ ഓഫ് ദ ബിസിനസ് ഇസ് സിമ്പിൾ ആൻഡ് മേ നോട്ട് ഇൻവോൾവ് ടു മെനി കോംപ്ലക്സിറ്റീസ്. അപ്പം കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി അടച്ച് പൂട്ടുന്ന സമയത്തും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും വരാൻ പോകുന്നില്ല. ബാലൻസ് ഡിസിഷൻ മേക്കിംഗ് രണ്ടുപേരുള്ളതുകൊണ്ട് തന്നെ നമുക്ക് മ്യൂച്വലി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ വളരെ ബാലൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ വളരെ നല്ല നല്ല ഐഡിയാസ് അവർക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇപ്പോൾ സോൾ പ്രൊപ്പറേറ്ററിൻ്റെ കേസിൽ ഒരാൾക്ക് മാത്രം ഒരാളുടെ തലയിൽ ഉദിക്കുന്ന ഐഡിയ മാത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പാർട്ട്ണർഷിപ്പിൻ്റെ കേസിൽ അങ്ങനെയല്ല, രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആൾക്കാരുടെ ഒരു കോൺട്രിബ്യൂഷൻ നമുക്ക് കിട്ടും അല്ലേ. അപ്പം അത് മെറിറ്റ് സൈഡ് അല്ലെങ്കിൽ പോസിറ്റീവ് ആസ്പെക്റ്റിൽ നോക്കുവാണെങ്കിൽ അത് നമ്മുടെ ഒരു ബിസിനസ് അല്ലെങ്കിൽ കമ്പനിയുടെ ഗ്രോത്തിനെ അത് എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഗ്രോത്തിനെ നല്ല പോസിറ്റീവ് രീതിയിൽ എഫക്റ്റഡ് ആക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ബാലൻസ് ഡിസിഷൻ മേക്കിംഗ് ആണ് ഇവിടെ വരുന്നത്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്, ദ ബിസിനസ് ഡിസിഷൻ മേ ടേക്കൺ ജോയിൻലി ബൈ ഓൾ ദി പാർട്ട്നേഴ്സ്. എത്ര പാർട്ട്നേഴ്സ് ഉണ്ടോ അവരെല്ലാവരും കൂടെ ആയിരിക്കും അത് തീരുമാനം എടുക്കുന്നത്. മോർ ഫണ്ട്, ഇവിടെ സോൾ പ്രൊപ്പറേറ്ററിന് എന്നാ അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന ആ എമൗണ്ട് മാത്രമേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കാണത്തുള്ളൂ. പക്ഷേ ഇവിടെ പാർട്ട്നേഴ്സിൻ്റെ കേസിൽ അങ്ങനെയല്ല, രണ്ടോ മാക്സിമം 50 വരെ നമുക്ക് പോകുമെന്ന് പറഞ്ഞു പാർട്ട്നേഴ്സ് അല്ലേ. അപ്പം അവരുടെ എല്ലാവരുടെയും ഫണ്ട് കിട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വളരെ ലാർജ് സ്കെയിലിൽ തന്നെ ബിസിനസ് റൺ ചെയ്യാനായിട്ട് സാധിക്കും. ഷെയറിങ് ഓഫ് റിസ്ക്, ഒറ്റയ്ക്ക് ഒരാൾ കഷ്ടപ്പെടുന്നതാണോ കഷ്ടപ്പെടാൻ കൂടെ ഒരാളുള്ളതാണോ നല്ലത്? ഇപ്പം നമ്മൾ എന്തെങ്കിലും ക്ലാസ്സിൽ കുറ്റത്തരം പോട്ടെ കുരുത്തക്കേടൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നൈസായിട്ട് ഇങ്ങനെ നമ്മുടെ കൂട്ടുകാരൊക്കെ സൈഡിലുണ്ടെങ്കിൽ അവരും കൂടെ കേൾക്കും അല്ലേ. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഒറ്റയ്ക്കാണ് ഈ ഒരു പരിപാടി കാണിച്ചെങ്കിൽ ഒറ്റയ്ക്ക് ക്ലാസ്സിൽ നിന്ന് വഴക്ക് കേൾക്കേണ്ടി വരും. കൂടെ ഒരാളിൽ നിന്ന് വഴക്ക് കേൾക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു സുഖം അല്ലേ. അപ്പം അതുപോലെ തന്നെ ഷെയറിങ് ഓഫ് റിസ്ക്, നമുക്ക് ഒരു ബിസിനസ്സിൻ്റെ കേസിൽ ഒരുപാട് റിസ്കുകൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം ഇൻ പാർട്ട്ണർഷിപ്പ് ഫേം ദ ബിസിനസ് റിസ്ക് ആർ ഷെയർ അമംഗ് ദ പാർട്ട്നേഴ്സ്. അപ്പം പാർട്ട്ണർഷിപ്പിൻ്റെ കേസിൽ ബിസിനസ് റിസ്ക് വരുന്ന സമയത്ത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഷെയർ ചെയ്യും. എന്താ പറഞ്ഞ് അയ്യോ എനിക്ക് ഭയങ്കര വിഷമമാ ബുദ്ധിമുട്ടാ എന്ന് പറഞ്ഞു തീർക്കുന്നതല്ല, എന്തെങ്കിലും ലയബിലിറ്റി ഉണ്ടെങ്കിൽ രണ്ടുപേരെ അത് ഈക്വലി എഫക്റ്റഡ് ആക്കും. ദിസ് റെഡ്യൂസ് ബർഡൻ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഓൺ ഇൻഡിവിജ്വൽ പാർട്ട്നേഴ്സ്. അപ്പം നമുക്ക് സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഇവിടെ കുറവായിരിക്കും എന്നാണ് പറയുന്നത്. കാരണം കൂടെ ഐഡിയ കൊടുക്കാനും അല്ലെങ്കിൽ കൂടെ ഒരാളുണ്ട് എന്നുള്ളൊരു ഉറപ്പ് കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് അത്ര സ്ട്രെസ് ഫീലൊന്നും വരില്ല. സീക്രസി, ഇവിടെ സീക്രസി നമുക്ക് അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. പക്ഷേ സോൾ പ്രൊപ്പറേറ്ററിനെ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ സീക്രസി ഇച്ചിരി കുറവാണ്. പക്ഷെ എന്നാലും സീക്രസി കീപ്പ് ചെയ്യാം അല്ലേ. 2-3 ആൾക്കാരൊക്കെ ആണെങ്കിലും ഇപ്പോൾ 50 പേരാണെങ്കിലും ആ ഒരു ഇത്രയും ആൾക്കാരിൽ മാത്രമേ ഒതുങ്ങത്തുള്ളൂ, വെളിയിലോട്ട് ആൾക്കാർ പോവില്ല. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് ബിക്കോസ് ആസ് പെർ ദ പ്രൊവിഷൻ ഓഫ് ലോ പാർട്ട്ണർഷിപ്പ് ഫേം ഇസ് നോട്ട് റിക്വയർഡ് ടു പബ്ലിഷ് ഇറ്റ്സ് അക്കൗണ്ട്സ്. അപ്പോൾ ഇവിടെ വരുന്നുണ്ട് പാർട്ട്ണർഷിപ്പ് ഫേം അക്കൗണ്ട് പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ അതിൻ്റെ അക്കൗണ്ട്സ് കാണിക്കേണ്ട ആവശ്യമില്ല, അത് പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. അടുത്തതാണ് ലിമിറ്റേഷൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ്. നമുക്കറിയാം എന്തെങ്കിലും ഒരു നല്ല കാര്യം ഉണ്ടെങ്കിൽ അവിടെ ഒരു ചീത്ത കാര്യമുണ്ട് അല്ലേ. അപ്പോൾ പാർട്ട്ണർഷിപ്പിൻ്റെ കുറച്ച് ലിമിറ്റേഷൻസ് നമുക്ക് നോക്കാം. അൺലിമിറ്റഡ് ലയബിലിറ്റി അല്ലേ, ആരെന്ത് കുറ്റം ചെയ്താലും ആ പാർട്ട്നേഴ്സിൻ്റെ 2 പേരുടെയും തലയിലിരിക്കും അല്ലേ. ലയബിലിറ്റി ഓഫ് ഓൾ പാർട്ട്നേഴ്സ് ഇസ് അൺലിമിറ്റഡ് ആയിട്ടുള്ള ലയബിലിറ്റിയാണ്. അതൊരു ഇച്ചിരി ബാധ്യതയാണ് വരുന്നത്. ലിമിറ്റഡ് റിസോഴ്സസ് ആയിരിക്കും. ഇപ്പം 2 അല്ലെങ്കിൽ 2 മുതൽ 50 വരെയുള്ള ആൾക്കാരിൽ നിന്നുള്ള റിസോഴ്സസ് മാത്രമേ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ, റെസ്ട്രിക്റ്റഡ് നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ഉള്ളത് കൊണ്ട് മാത്രം. അടുത്തതാണ് പോസിബിലിറ്റി ഓഫ് കോൺഫ്ലിക്ട്സ്. എന്താണ് പോസിബിലിറ്റി ഓഫ് കോൺഫ്ലിക്ട്സ്? പാർട്ട്ണർഷിപ്പ് കൺസിസ്റ്റ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ വിത്ത് ഡിഫറെൻറ്റ് തിങ്കിങ്. അപ്പം ഇവിടെ കോൺഫ്ലിക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴക്കുകൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണ്, ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞു നമുക്ക് കുറേ സജഷൻസ് കിട്ടും, പക്ഷേ എല്ലാ സജഷൻസും നമുക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ അങ്ങോട്ട് പറയും, ചിലവരൊക്കെ നമ്മുടെ കാര്യത്തിൽ ഇടപെടാനായിട്ട് വരുമ്പോൾ നിങ്ങളധികം ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ അങ്ങോട്ട് പറയും അല്ലേ. അതുപോലെ പാർട്ട്നേഴ്സിൻ്റെ ഇടയിലും കുറേ കോൺഫ്ലിക്ട്സും ക്ലാഷസും ഒക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഓൺ സം ഇഷ്യൂ മേ ലീഡ് ടു ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ്. അപ്പം നേരത്തെ പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നവർ ഇപ്പോൾ പിരിഞ്ഞു പോയ കുറേ ഫേമസ് ആയിട്ടുള്ള ബിസിനസ് എൻ്റർപ്രൈസസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ദാറ്റ് ഇസ് ഓൺലി ബിക്കോസ് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ വാക്കുകൾ അല്ലെങ്കിൽ വാക്ക് തർക്കമായിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ ഐഡിയോളജീസ് ചേരുന്നില്ല, അവർ പറയുന്ന സജഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോഴാണ് അങ്ങനത്തെ കോൺഫ്ലിക്ട്സ് ഒക്കെ വരുന്നത്. അതിൻ്റെ പോസിബിലിറ്റി ഇച്ചിരി കൂടുതലാണ് നമ്മുടെ പാർട്ട്ണർഷിപ്പിൻ്റെ കേസിൽ എന്നാണ് പറയുന്നത്. ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി, ഇപ്പോൾ നേരത്തെ പറഞ്ഞായിരുന്നു ഇൻസാനിറ്റി അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് അല്ലെങ്കിൽ ഡെത്ത് ഒക്കെ വരുന്ന സമയത്ത് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റത്തില്ല അല്ലേ. ആ ഒരു പാർട്ട്ണറായിട്ട് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റത്തില്ല, അത് അവിടെ നിൽക്കും അല്ലേ. പിന്നെ വേറൊരാളായിട്ട് ഫ്രം ദ വെരി സ്റ്റാർട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കാര്യം മാത്രമായിരിക്കും അദ്ദേഹത്തിന് ഫോക്കസ് ചെയ്യാൻ, എക്സിസ്റ്റ് ചെയ്യുന്ന ആൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അത് ഒരു നെഗറ്റീവായിട്ടാണ്
കാര്യമാണ് ഇവിടെ പറയുന്നത്. പാർട്ട്ണർഷിപ്പ് ഇസ് നോട്ട് കൺസിഡർഡ് ടു ബി വെരി സ്റ്റേബിൾ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ദിസ് ഇസ് ബിക്കോസ് ഡെത്ത് അല്ലെങ്കിൽ റിട്ടയർമെന്റ് അല്ലെങ്കിൽ ഇൻസോൾവൻസി അല്ലെങ്കിൽ ഇൻസാനിറ്റി ഓഫ് എനി പാർട്ട്ണർ ക്യാൻ ബ്രിങ് ദ ബിസിനസ് ടു ആൻ എൻഡ്. അവിടെ നിന്ന് പോകുമെന്നാണ് പറയുന്നത്. ലാക്ക് ഓഫ് പബ്ലിക് കോൺഫിഡൻസ്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് കോൺഫ്ലിക്ട്സ് ഒക്കെ കൂടുതൽ ഉണ്ടാവാനായിട്ട് സാധ്യതയുള്ള ഒരു ഫീൽഡ് ആയതുകൊണ്ട് തന്നെ പബ്ലിക്കിന് അത്ര കോൺഫിഡൻസ് കാണാനായിട്ടുള്ള സാധ്യത കുറവാണ്. ഇറ്റ് ഇസ് ജനറലി ബിലീവ് ദാറ്റ് പാർട്ട്ണർഷിപ്പ് ഫേം ഡസ് നോട്ട് എൻജോയിങ് കോൺഫിഡൻസ് ഓഫ് പബ്ലിക് ഇൻ വർക്കിംഗ്. ദിസ് ഔട്ട്ലുക്ക് ഇസ് ബേസ്ഡ് ഓൺ ദ ഫാക്ട് ദാറ്റ് ഫേം ഇസ് നോട്ട് എക്സ്പെക്റ്റഡ് ടു പബ്ലിഷ് ഇറ്റ്സ് ബുക്സ് ഓഫ് അക്കൗണ്ട്. ഇവിടെ പറയുന്നത് അവർക്ക് ഉറപ്പില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ സീക്രറ്റ്സ് വെളിയിൽ പോകാതിരിക്കാൻ വേണ്ടി ബുക്സ് ഓഫ് അക്കൗണ്ട് അവർക്ക് പബ്ലിഷ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല എന്ന് പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരം പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ്, വെളിയിലുള്ള ആൾക്കാർക്ക് അറിയില്ലല്ലോ ഇവരുടെ ബിസിനസ്സിൽ എന്താ നടക്കുന്നത്, എത്ര പ്രോഫിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് റൺ ചെയ്യുന്നത് എന്ന കാര്യം ഇവർക്ക് അറിയത്തില്ല. അതിനുള്ള ഇൻഫർമേഷൻ ഇവർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, പബ്ലിക്കിന് ആ ഒരു കോൺഫിഡൻസ് ലാക്ക് ചെയ്യും. ഹെൻസ് ക്യാൻ വെരി ഈസിലി ഹൈഡ് ഇറ്റ്സ് ട്രൂ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് ഫ്രം ജനറൽ പബ്ലിക്. അപ്പോൾ ജനറൽ പബ്ലിക്കിന് അവരുടെ ശരിക്കുമുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, അവർക്ക് പ്രോഫിറ്റ് ആണോ കിട്ടുന്നത്, ലോസ് ആണോ കിട്ടുന്നത്, അല്ലെങ്കിൽ എത്ര പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, നെറ്റ്വർത്ത് എത്രയുണ്ടെന്ന കാര്യമൊന്നും അവർക്ക് അറിയാൻ പാടില്ല. അതുകൊണ്ട് ഒരു കോൺഫിഡൻസ് ലെവൽ ഇച്ചിരി കുറവായിരിക്കും. ഇനിയുള്ളതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ്. ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ് 3 മാർക്കിനും 1 മാർക്കിനും ഒക്കെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഒരു പാർട്ട്ണറിൻ്റെ പേര് പറയും, അവരെന്താണ് എങ്ങനെയാണ് അത് ആക്ട് ചെയ്യുന്നത് എന്ന കാര്യമായിരിക്കും ചോദിക്കുന്നത്. ചിലപ്പോൾ മാത്സ് ദ ഫോളോയിങ് ആയിട്ട് 4 മാർക്കിന് അല്ലെങ്കിൽ 5 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ പഠിച്ചിട്ടേ പോകാവുള്ളൂ. അപ്പോൾ നമുക്കിവിടെ 1 2 3 4 5 6 എണ്ണം ഉണ്ട്. ഓക്കെ, 3 3 6 എണ്ണം നമുക്കുണ്ട്. ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം. ഫസ്റ്റ് വൺ ആക്റ്റീവ് അല്ലെങ്കിൽ വർക്കിംഗ് പാർട്ട്ണർ എന്നറിയപ്പെടുന്ന ആക്റ്റീവ് പാർട്ട്ണർ ആയിരിക്കും. അദ്ദേഹം ചെയ്യുന്ന വേറൊന്നുമല്ല, ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ ഇൻവോൾവ് ചെയ്ത് ഫുൾ കാര്യത്തിൽ ഇങ്ങനെ ഓടി നടന്ന് പണിയെടുക്കുന്ന വ്യക്തിനെയാണ് ആക്റ്റീവ് വർക്കിംഗ് പാർട്ട്ണർ അല്ലെങ്കിൽ ആക്റ്റീവ് പാർട്ട്ണർ അല്ലെങ്കിൽ വർക്കിംഗ് പാർട്ട്ണർ എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് സ്ലീപ്പിംഗ് പാർട്ട്ണർ. സ്ലീപ്പിംഗ് പാർട്ട്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെയൊക്കെ പോലെ നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ ഉറക്കമായിരിക്കും, തിന്നുന്ന സമയത്ത് മാത്രം എഴുന്നേറ്റിരുന്ന് തിന്നുന്നു, അങ്ങനത്തെ പരിപാടി. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുവാണെങ്കിൽ അദ്ദേഹം ഡേ ടു ഡേ ആക്ടിവിറ്റീസിലൊന്നും വർക്ക് ചെയ്യുന്നില്ല. പക്ഷേ ബിഹൈൻഡ് ദ സീൻസ്, അതായത് പൈസ കൊടുക്കാനായിക്കോട്ടെ അല്ലെങ്കിൽ ഡിസിഷൻ്റെ കാര്യത്തിലായിക്കോട്ടെ അതിനൊക്കെ അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട്. വൺ ഹൂ ഡസ് നോട്ട് പ്ലേ ആൻ ആക്റ്റീവ് പാർട്ട് പ്ലേ ചെയ്യുന്നില്ല. ഹി ഇൻവെസ്റ്റ് ക്യാപിറ്റൽ ആൻഡ് ഷെയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അദ്ദേഹം ഷെയർ ചെയ്യുന്നുണ്ട്. ഹി ഈസ് ലൈബിൾ ഫോർ ഓൾ ദി ഡെപ്സ് ഓഫ് ദ ഫേം. ആ ഫേമിന് എന്തെങ്കിലും ഡെപ്സ് വരുവാണെങ്കിൽ അതെല്ലാം ബെയർ ചെയ്യും ആര്, നമ്മുടെ സ്ലീപ്പിംഗ് പാർട്ട്ണർ. അദ്ദേഹത്തിന് വേറൊരു പേരും കൂടെ ഉണ്ട്, ഡോർമെൻറ്റ് പാർട്ട്ണർ എന്നുമുണ്ട്. ചിലപ്പോൾ മാത്സ് ഫോളോയിങ്ങിന് എനിക്കൊന്ന് 2 years ബാക്ക് ഉള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലാണെന്ന് തോന്നുന്നു, ഡോർമെൻറ്റ് പാർട്ട്ണറിനെ പറ്റി ചോദിച്ചിട്ടും ഉണ്ടായിരുന്നു. മാത്സ് ദ ഫോളോയിങ് പോലത്തെ ഒരു സംഭവം വന്നു. അപ്പം എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ, ഡോർമെൻറ്റ് പാർട്ട്ണർ ഞാൻ പഠിച്ചില്ലല്ലോ എന്നൊരു സംശയം തോന്നും. പക്ഷേ നമ്മുടെ സ്വന്തം സ്ലീപ്പിംഗ് പാർട്ട്ണറിനെയാണ് ഡോർമെൻറ്റ് പാർട്ട്ണർ എന്ന് അറിയപ്പെടുന്നത്. അപ്പം അങ്ങനത്തെ പേരുകൾ മാറ്റി വരുന്ന ആൾക്കാരെയൊക്കെ ശ്രദ്ധിക്കുക, കാരണം അത് നല്ല ട്രിക്കി ആയിട്ട് ക്വസ്റ്റ്യൻസ് ഇടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തതാണ് സീക്രട്ട് പാർട്ട്ണർ. സീക്രട്ട് പാർട്ട്ണർ പേര് പോലെ തന്നെ ആർക്കും അറിയത്തില്ല ഇതിൻ്റെ പാർട്ട്ണർ ആര് എന്ന് അറിയില്ല. ആസ് ദ നെയിം സജസ്റ്റ് ദ ഐഡന്റിറ്റി ഓഫ് ദ പാർട്ട്ണർ ഇസ് നോട്ട് ഡിസ്ക്ലോസ് ടു ദി ഔട്ട്സൈഡേഴ്സ്. അതായത് ഇന്ന ഒരു ഫേമിൽ ഇന്ന ആള് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും, അവരതിൻ്റെ ഒരു പാർട്ട്ണർ ആണെന്ന് ആ നാട്ടുകാർക്കൊന്നും അറിയത്തില്ലായിരിക്കും. അതർ ദാൻ ദ ഡിസ്റ്റൻറ്റ് ഫീച്ചേഴ്സ് ഇൻ ഓൾ അതർ ആസ്പെക്ട്സ് ഹീ ഈസ് ലൈക്ക് ദ റെസ്റ്റ് ഓഫ് ദ പാർട്ട്നേഴ്സ്. ബാക്കി പാർട്ട്നേഴ്സിനെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. പക്ഷേ വെളിയിൽ ഒരു കുഞ്ഞു പോലും അറിയില്ല അദ്ദേഹം അതിൻ്റെ ഒരു പാർട്ട്ണറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന കാര്യം. അടുത്തതാണ് നോമിനൽ പാർട്ട്ണർ. നോമിനൽ, ആ പേര് തന്നെയുണ്ട്, നോമിനൽ, നെയിം എന്ന് ഓർക്കുക കേട്ടോ. നോമിനൽ എന്ന് പറയുമ്പോഴേ നെയിം എന്ന് ഓർക്കുക. അതായത് ഹി ലെൻസ് ഹിസ് നെയിം ടു ദ ബിസിനസ്. ആ ബിസിനസ്സിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പേരങ്ങ് കൊടുക്കും. അതായത് പേര് വെച്ചൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതല്ല. ഹി ഡസൻ കോൺട്രിബ്യൂട്ട് ക്യാപിറ്റൽ ടുവേർഡ്സ് ബിസിനസ്. ബിസിനസ്സിന് വേണ്ടി ക്യാപിറ്റൽ ഒന്നും കൊടുക്കത്തില്ല. പക്ഷേ അദ്ദേഹം ഒരു ഫേമസ് ആയിട്ടുള്ള ആരെങ്കിലും വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തികൾ വല്ലതായിരിക്കും. ചിലപ്പോൾ ഫിലിം സ്റ്റാർസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ. അങ്ങനത്തെ ആൾക്കാരൊക്കെ അവരുടെ പേര്, അതായത് അവർ ആ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡിൻ്റെ ഒരു ഭാഗമാണ് എന്ന് നമ്മളെ തോന്നിപ്പിക്കും. ഹി ഡസൻ പാർട്ടിസിപ്പേറ്റ് ആക്റ്റീവ്ലി ഇൻ ഡേ ടു ഡേ മാനേജ്മെന്റ് ആൻഡ് കൺട്രോൾസ് ഓഫ് ദ ബിസിനസ്. അതായത് ആ ഒരു ബിസിനസ്സിൻ്റെ ഒരു മെയിനായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കി ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എല്ലാം നോക്കി ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. പക്ഷേയോ ഹി ഡസൻ ഷെയർ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓഫ് ദ ബിസിനസ്. പ്രോഫിറ്റും ലോസും ഒന്നും ഷെയർ ചെയ്തിട്ടില്ല, ആകെ പേര് മാത്രമേ കൊടുക്കത്തുള്ളൂ. ഹിസ് ലയബിലിറ്റി ഈസ് അൺലിമിറ്റഡ് വിത്ത് റിഗാർഡ് ടു ക്രെഡിറ്റേഴ്സ് ടു ദ ഫേം. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ് കണ്ടാണ് ആൾക്കാർ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് വരുന്നത്, അല്ലേ? അപ്പം അതുകൊണ്ട് അതിന്
അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലയബിലിറ്റീസ് വരുവാണെങ്കിൽ അത് അദ്ദേഹത്തെ അഫക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. പാർട്ട്നേഴ്സ് ബൈ എസ്റ്റോപ്പൽ. എന്താണ് എസ്റ്റോപ്പൽ? എ പേഴ്സൺ ഇസ് സെഡ് ടു ബി പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ ഇഫ് ഹി ത്രൂ ഹിസ് ഓൺ ഇനിഷ്യേറ്റീവ് ആൻഡ് കണ്ടക്ട് ഓർ ബിഹേവിയർ ഗിവ്സ് ആൻ ഇംപ്രഷൻ ടു ദി അതേഴ്സ് ദാറ്റ് ഹീ ഈസ് എ പാർട്ട്ണർ ഓഫ് ദ ഫേം. അതായത് അദ്ദേഹം വ്യാജേന ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കും, അതിൻ്റെ ഒരു പാർട്ട്ണർ ആണ് എന്ന് എല്ലാവരെയും തോന്നിപ്പിക്കും. ഓക്കെ, ഹി ഡസൻ കോൺട്രിബ്യൂട്ട് ക്യാപിറ്റൽ. നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം ക്യാപിറ്റൽ ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യത്തില്ല, ആക്ടിവിറ്റി ഡേ ടു ഡേ ആക്ടിവിറ്റീസിനൊന്നും പങ്കെടുക്കത്തുമില്ല, പ്രോഫിറ്റോ ലോസോ ഒന്നും ഷെയറും ചെയ്യത്തില്ല. ഹിസ് ലയബിലിറ്റി ഈസ് അൺലിമിറ്റഡ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും വരുന്നത്. കാരണം ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ചിലപ്പോൾ മേ ബി അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് നടത്തുന്ന ഒരു ബിസിനസ് ആവാം. അപ്പം അദ്ദേഹത്തിൻ്റെ ഇപ്പം ആ ഫ്രണ്ട്സ് അവർക്ക് പെട്ടെന്നൊരു ലോണിൻ്റെ ആവശ്യമുണ്ട്. അപ്പം ഇവർ നേരെ ചെന്നിട്ട് ആ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പറയടാ, നീ ഒന്ന് ഈ ബാങ്ക് മാനേജറിനെ ഒന്ന് കണ്ട്, നിങ്ങൾ എന്താണെങ്കിലും കമ്പനിയല്ലേ, നീ ഒന്ന് പറഞ്ഞ് സെറ്റാക്കാവും, നിൻ്റെ കമ്പനിയാന്ന് പറഞ്ഞാൽ മതി, അപ്പം അവർ പൈസ തന്നോളും എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോഴത്തേക്ക് ഞാൻ പാർട്ട്ണർ ആണെന്നുള്ള ഒരു രീതിയിൽ വ്യാജേന പോയി ആൾക്കാരെ ബോധിപ്പിച്ച് അല്ലെങ്കിൽ കൺവിൻസിങ് സ്റ്റാറായി കൺവിൻസ് ചെയ്തിട്ട് ആ പൈസ എടുക്കുന്നു, ലോൺ കിട്ടുന്നു. പക്ഷേ അദ്ദേഹം ശരിക്കും അതിൻ്റെ പാർട്ട്ണറാണോ? അല്ല, ജസ്റ്റ് ഒരു പേര് മാത്രം, അല്ലെങ്കിൽ ഒരു ഇംപ്രഷൻ, പുള്ളിയുടെ ലുക്കും ഭാവവും ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എൻ്റെ പാർട്ട്ണറാണെന്ന് തോന്നിപ്പോവും. പക്ഷെ ശരിക്കും ആണോ? അല്ല. പക്ഷേ ലയബിലിറ്റി വരുമ്പം അവർ തിരിച്ചാൽ ലോൺ അടച്ചില്ലെങ്കിൽ ആ വ്യക്തിയുടെ തലയിൽ ലയബിലിറ്റി വരും. ഓക്കെ, അപ്പോൾ ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. അടുത്തതാണ് പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട്. ഹോൾഡിംഗ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട് ഇസ് എ പേഴ്സൺ who thought is not a partner but knowingly allows himself to be represented as a partner. അതായത് knowingly ഒരു പാർട്ട്ണർ അല്ല, പക്ഷെ എവിടെയൊക്കെയോ ആൾക്കാർ ഇയാൾ ഇതിൻ്റെ പാർട്ട്ണർ ആണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ റൂമേഴ്സ് പോലെ ഇങ്ങനെ പരത്തും. പക്ഷെ പുള്ളി അത് കേട്ടിട്ടും വലിയ മൈൻഡ് ഒന്നും കൊടുക്കാതെ എന്നാൽ അങ്ങനെ അങ്ങ് ഇരിക്കട്ടെ, ഞാൻ പാർട്ട്ണർ എങ്കിൽ പാർട്ട്ണർ എന്നുള്ള രീതിയിൽ അങ്ങനെ ഇരിക്കുവാണെങ്കിൽ അതിനെ പുള്ളി ശരിക്കും ഒരു പാർട്ട്ണറാണോ? പാർട്ട്ണറല്ല. പക്ഷേ ഇഫ് ഹി ഡസൻ ഡിനൈ സച്ച് റെപ്രസെൻറ്റേഷൻ, അപ്പം നേരത്തെ പറഞ്ഞ ആ ഒരു റൂമേഴ്സിന് എഗൻസ്റ്റ് ആയിട്ട് നോ, ഞാൻ ഇതിൻ്റെ പാർട്ട്ണർ അല്ല എന്ന് പറയാത്ത പക്ഷം, സോ മെയ്ഡ് ഈവൻ ആഫ്റ്റർ നോയിങ് ഹി ഈസ് ഹെൽഡ് ഔട്ട് ടു ബി പാർട്ട്ണർ ഇൻ ദ ഫേം. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ആൾക്കാരെന്താ, പുള്ളി അതിൻ്റെ പാർട്ട്ണർ ആണെന്ന് വിശ്വസിച്ചു പോകും. അത് തെറ്റല്ലേ? ഹി ഡസ് നോട്ട് ബ്രിങ് എനി ക്യാപിറ്റൽ വല്ലതും കൊണ്ടുവരുമോ? ഒന്നുമില്ല. ബട്ട് ഹി ബിക്കം ലയബിൾ ടു ദ തേർഡ് പാർട്ടീസ്. അപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരോട് അദ്ദേഹം ലയബിൾ ആണ് എന്നാണ് പറയുന്നത്. കാരണം എന്താണ്, ഇദ്ദേഹത്തിൻ്റെ ആ ഒരു പേരിലായിരിക്കും ചിലപ്പം ആ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ വാങ്ങാനോ അല്ലെങ്കിൽ അതിൻ്റെ ഓരോ കാര്യത്തിൽ ഡീൽ ചെയ്യാനോ വരുന്നത് അല്ലേ. അപ്പം അതുകൊണ്ട് അതൊരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് വരുന്നത്. അതിനെയാണ് പാർട്ട്നേഴ്സ് ബൈ ഹോൾഡിംഗ് ഔട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡിഫറൻസ് ബിറ്റ്വീൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം എൻ്റെ കുഞ്ഞുങ്ങളെ ജസ്റ്റ് ഇതൊന്ന് നോക്കിയാൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് അവൈലബിൾ ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതെങ്ങനെയാണ്, ഇത് ലയബിലിറ്റി എങ്ങനെയാണ് വരുന്നത്, പിന്നെന്താണ് ഷെയർസ്, പ്രോഫിറ്റും ലോസും എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത്, അതിൻ്റെ മാനേജ്മെൻറ്റ് എങ്ങനെയാണ്, ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. 2 മാർക്സ് അല്ലെങ്കിൽ 3 മാർക്ക് 4 മാർക്സിനൊക്കെ യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പം ഇങ്ങനത്തെ സാധനങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങൾ പഠിച്ചിട്ട് പോകാം. ഇനി വരുന്നതാണ് പാർട്ട്ണർഷിപ്പ് ഡീൽ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പാർട്ട്ണർഷിപ്പ് ഡീഡിനെ പറ്റിയാണ്. അപ്പം എന്താണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്തും, ദ റിട്ടൺ അഗ്രിമെന്റ് വിച്ച് സ്പെസിഫൈസ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ദാറ്റ് ഗവേൺ ദ പാർട്ട്ണർഷിപ്പ്. എന്താണ് ഇവിടെ പറയുന്നത്? ഒരു റിട്ടൺ അഗ്രിമെന്റ് ആണ്. അതെന്താണ്? കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് വന്നതിൻ്റെ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് കാണിക്കുന്ന ഒരു റിട്ടൺ അഗ്രിമെന്റിനെയാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം ഇതിൻ്റെ അകത്ത് വരുന്ന കുറച്ച് ആസ്പെക്ട്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ ഫസ്റ്റ് വൺ, നെയിം ഓഫ് ഫേം. നെയിം ഓഫ് ഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഓർത്താൽ മതി. നിങ്ങൾക്ക് അനിയനോ അനിയത്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുഞ്ഞൊക്കെ ജനിക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ ആദ്യം ഒരു ഫോം ഒക്കെ കൊടുക്കും അല്ലേ. ആ ഫോം ഫില്ല് ചെയ്യുമ്പോഴത്തേക്ക് കുഞ്ഞിൻ്റെ പേര് എഴുതണം അല്ലേ. അതുപോലെ തന്നെ ഒരു പുതിയതായിട്ടൊരു ബിസിനസ് ഫേം സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ ഫേമിൻ്റെ പേര് നമ്മൾ എഴുതണം. ഓക്കെ, രണ്ടാമത്തെയാണ് നേച്ചർ ഓഫ് ബിസിനസ് ആൻഡ് ലൊക്കേഷൻ ഓഫ് ബിസിനസ്. ആ ബിസിനസ് എങ്ങനത്തെ രീതിയിലുള്ള ബിസിനസ്സാണ്, ഏതൊക്കെ ലൊക്കേഷനിൽ അല്ലെങ്കിൽ ഏത് സ്ഥലത്താണ് അത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം. മൂന്നാമത്തെയാണ് ഡ്യൂറേഷൻ ഓഫ് ബിസിനസ്. ചെറിയ സമയത്തേക്ക് വേണ്ടിയുള്ള ബിസിനസ് ആണോ അതോ വലിയ സമയത്തേക്ക് വേണ്ടിയുള്ള ബിസിനസ് ആണോ എന്ന കാര്യം നമ്മൾ നോക്കുന്നു. ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് ബൈ ഈച്ച് പാർട്ട്ണർ. നമുക്കതിൽ ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ ആ പാർട്ട്നേഴ്സ് എത്ര ഇൻവെസ്റ്റ്മെന്റ് ആണ് അതിലേക്ക് ഇട്ടിരിക്കുന്നത് എന്ന കാര്യം നോക്കുന്നു. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. അതായത് പാർട്ട്നേഴ്സ് തമ്മിൽ എന്തുമാത്രം പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ റേഷ്യോയിലാണ് എന്ന കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു. ഡ്യൂട്ടീസ് ആൻഡ് ഒബ്ലിഗേഷൻസ് ഓഫ് ദ പാർട്ട്നേഴ്സ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന കാര്യങ്ങളും നോക്കുന്നു. ഓക്കെ, സാലറീസ് ആൻഡ് വിഡ്രോൾസ് ഓഫ് ദ പാർട്ട്ണർ, പിന്നെ ടേംസ് ഗവേണിംഗ് അഡ്മിഷൻ, റിട്ടയർമെന്റ് ആൻഡ് എക്സ്ക്ലൂഷൻ ഓഫ് ദ പാർട്ട്ണർ, പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇൻട്രസ്റ്റ്,
പ്രൊസീജിയർ ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേം, പിന്നെ പ്രിപ്പറേഷൻ ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ദെയർ ഓഡിറ്റിംഗ്, മെത്തേഡ് ഓഫ് സോൾവിങ് ഡിസ്പ്യൂട്ട്സ്. നമുക്കറിയാം ഏതൊരു ഫേം ആയാലും ഡിസ്പ്യൂട്ട്സ് കാര്യങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ എന്തൊക്കെ രീതിയിലുള്ള മെത്തേഡ്സിലായിരിക്കും അവർ ആ ഡിസ്പ്യൂട്ട്സ് ഒക്കെ അവർ റെഡിയാക്കുന്ന എന്ന കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇതിനകത്ത് മെൻഷൻ ചെയ്യണം. അപ്പം ഈ പാർട്ട്ണർഷിപ്പ് ഡീഡ് ചിലപ്പോൾ ഒരു 4 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം ഓർഡറിൽ തന്നെ എൻ്റെ കുഞ്ഞുങ്ങൾ എഴുതുന്നതായിരിക്കും നല്ലത്. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ഡീഡിൻ്റെ ഈ ഒരു ഭാഗം എൻ്റെ കുഞ്ഞുങ്ങൾ ഒരു 5 തൊട്ട് 6 പോയിന്റ്സ് വരെ പഠിച്ചു വെക്കുക കേട്ടോ. പ്രൊസീജിയേഴ്സ് ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ ഫേം ആണ് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നമ്മളൊരു ഫേം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണുള്ളത് എന്ന കാര്യം നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഇൻ ദ ഫേംസ് ആൻഡ് ദി ആപ്ലിക്കേഷൻ ഷുഡ് കണ്ടെയ്ൻ ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ്. അപ്പം നമ്മൾ ആദ്യം ഒരു ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ആ ആപ്ലിക്കേഷൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വേണം? ഒന്ന്, പേര് വേണം അല്ലേ, പിന്നെ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്, ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ വേണം, നെയിം ഓഫ് അതർ പ്ലേസസ് വേർ ദ ഫേം ക്യാരീസ് ഓൺ ബിസിനസ്, വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഇതുപോലെ ബിസിനസ് ക്യാരി ഫോർവേഡ് അല്ലെങ്കിൽ ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ അതെവിടെയാണെന്നുള്ള കാര്യം നമ്മൾ അവിടെ മെൻഷൻ ചെയ്യണം. ദ ഡേറ്റ് വെൻ ഈച്ച് പാർട്ട്ണർ ജോയിൻ ദ ഫേം, ആ ഫേമിൽ ജോയിൻ ചെയ്ത പാർട്ട്നേഴ്സ് ജോയിൻ ചെയ്ത ആ ഡേറ്റ് കൊടുക്കണം. നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ പാർട്ട്നേഴ്സിൻ്റെ പേരും അഡ്രസ്സും ഒക്കെ കൊടുക്കണം അല്ലേ. പിന്നെ എന്താണ് ഡ്യൂറേഷൻ ഓഫ് ദ പാർട്ട്ണർഷിപ്പ്, എത്ര നാളത്തേക്ക് വേണ്ടിയാണ് ഇവർ ഈ പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യങ്ങളും കൊടുക്കണം. രണ്ടാമത്തെയാണ് ഡെപ്പോസിറ്റ് ഓഫ് റിക്വയർ ഫ്രീ വിത്ത് രജിസ്ട്രാർ ഓഫ് ദ ഫേം. അതിനൊരു പെർട്ടിക്കുലർ ഫീ ഉണ്ട്, അത് നമ്മൾ അടയ്ക്കണം. ദ രജിസ്ട്രാർ ആഫ്റ്റർ അപ്രൂവൽ വിൽ മേക്ക് ആൻ entry in the register for firms and will subsequently issue a certificate of registration. അപ്പോൾ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് എന്താണ്, ഫീസ് കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് തരും. അങ്ങനെയാണ് നമ്മൾ ഈ സംഭവം രജിസ്റ്റർ ചെയ്യുന്നത്, ഒരു ഫേം നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. അതിൻ്റെ ആ ഒരു ഓർഡറിൽ തന്നെ എൻ്റെ കുഞ്ഞുങ്ങൾ പഠിച്ചു വെക്കുക. 2 to 3 മാർക്സിനൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുവാണെങ്കിൽ എഴുതാൻ പറ്റുന്ന പോലെ. ഓക്കെ, പിന്നെ അവസാനത്തെ ആ ഒരു ഭാഗമാണ് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അവരുടെ ആ മെമ്പേഴ്സിൻ്റെ വെൽഫെയറിന് വേണ്ടി തുടങ്ങുന്ന ഇതിനെയാണ് നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. കോപ്പറേറ്റീവ് മീൻസ് വർക്കിംഗ് ടുഗെദർ ആൻഡ് വിത്ത് അതർ ഫോർ എ കോമൺ പർപ്പസ് അല്ലേ. ഒരു വൺ അനദർ അല്ലെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഒരു കോമൺ പർപ്പസ് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടി അവരെന്ത് ചെയ്യുന്നു, ഒന്നിച്ച് വർക്ക് ചെയ്യുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. അവരുടെ മെയിൻ മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് വേണം എന്നാണോ? അല്ല, വെൽഫെയർ ഫോർ മെമ്പേഴ്സ് അല്ലേ. ആ മെമ്പേഴ്സിൻ്റെ വെൽഫെയറിന് വേണ്ടിയാണ്. അല്ലെങ്കിൽ അവർക്ക് എന്താണ്, തേർഡ് പാർട്ടീസിൽ നിന്ന് അവർ കുറേ കൂടുതൽ പൈസ കൊടുത്ത് പ്രൊഡക്ട്സ് വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് അവർക്ക് കുറവ് പൈസയിൽ അവർക്ക് സാധനങ്ങൾ കിട്ടുക അല്ലെങ്കിൽ സർവീസുകൾ കിട്ടുക എന്ന ഉദ്ദേശത്തിലാണ് അവരത് തുടങ്ങുന്നത്. കമ്പൽസറി രജിസ്ട്രേഷൻ ഉണ്ട്. അത് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 1912 ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അത് ഓർത്ത് വെക്കുക. പിന്നെ വരുന്ന ഈ 4ാമത്തെ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 1 മാർക്കിന് വന്നിട്ടുണ്ട്. റിക്വയർ ദ കൺസെൻറ്റ് ഓഫ് അറ്റ്ലീസ്റ്റ് 10 adult person to form a society. ഇതുപോലൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ മിനിമം ഒരു 10 അറ്റ്ലീസ്റ്റ് 10 adults പേഴ്സൻ്റെങ്കിലും ഒരു അഗ്രിമെൻറ്റ് അല്ലെങ്കിൽ കൺസെൻറ്റ് നമുക്ക് ആവശ്യമുണ്ട് എന്നാണ് പറയുന്നത്. ക്യാപിറ്റൽ ഇസ് റേസ് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ് ത്രൂ ഇഷ്യൂ ഓഫ് ഷെയർസ്. അതായത് ഇവിടെ പറയുന്നത് ക്യാപിറ്റൽ റേസ് ചെയ്യുന്നത് ഷെയർസ് വഴിയാണ്. ഷെയർ ഇഷ്യൂ ചെയ്ത് ആൾക്കാർ വാങ്ങിക്കുന്ന അനുസരിച്ചാണ് ഇവിടെ ക്യാപിറ്റൽ നമ്മൾ റേസ് ചെയ്യുന്നത്. ഓക്കെ, യെസ്, ഷെയർസ് കൊടുത്താണ് നമ്മൾ ക്യാപിറ്റൽ റേസ് ചെയ്യുന്നത്. അടുത്തതാണ് ഫീച്ചേഴ്സ്. എന്തൊക്കെയാണ് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കുറച്ച് ഫീച്ചേഴ്സ് എന്തെല്ലാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, വോളണ്ടറി മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മനുഷ്യന് എപ്പം വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ജോയിൻ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു റൂളാണ്. എ പേഴ്സൺ ഇസ് ഫ്രീ ടു ജോയിൻ ആൻഡ് ക്യാൻ ഓൾസോ ലീവ് എനി ടൈം. എപ്പം വേണമെങ്കിലും ജോയിൻ ചെയ്യാം, എപ്പം വേണമെങ്കിലും ഇറങ്ങിപ്പോകാം. എ മെമ്പർ ഇസ് റിക്വയർഡ് ടു സെർവ് എ നോട്ടീസ് ബിഫോർ ലീവിങ്. പക്ഷേ ഒരു നോട്ടീസ് പീരീഡ് ഉണ്ട്. നമ്മൾ ഏതൊരു ഫേമിലാണെങ്കിലും ഇതുപോലെ തന്നെയാണ്. നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ ഒരു നോട്ടീസ് പീരീഡ് കാണും. അതുപോലെ തന്നെ എന്താണ്, ഇവിടെ നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലും ഉണ്ട്. ഓൾറെഡി മെമ്പർ ആയിരുന്ന ആൾ അതിൽ നിന്ന് ലീവ് ചെയ്യുന്ന സമയത്ത് ഒരു നോട്ടീസ് കൊടുക്കണം, ഞാൻ ഇറങ്ങാനായിട്ട് പോവുകയാണ് എന്നുള്ള കാര്യം. ഓക്കെ, മെമ്പർ ഇസ് ഓപ്പൺ ടു ഓൾ. അത് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും ഫ്രീ ഫ്ലോ പോലെ ഫ്രീ ആണ്, ജോയിൻ ചെയ്യാനും ഫ്രീ ആണ്. ഇപ്പോൾ ഇറങ്ങിപ്പോണെങ്കിൽ ഇറങ്ങിപ്പോവാം. ലീഗൽ സ്റ്റേറ്റസ്, രജിസ്ട്രേഷൻ ഇസ് കമ്പൽസറി. ഈ ഒരു കേസിൽ രജിസ്ട്രേഷൻ കമ്പൽസറി ആണ്. സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ആണ് വരുന്നത്. ഇറ്റ് ഇസ് നോട്ട് അഫക്റ്റഡ് ബൈ ദി എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. ഇത് എൻട്രിയും എക്സിറ്റ് ഓഫ് മെമ്പേഴ്സിനെ ആയിട്ട് ഇത് അഫക്റ്റഡ് ആവുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ലയബിലിറ്റിയുടെ കേസിൽ ലയബിലിറ്റി ഈസ് ലിമിറ്റഡ് ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ബൈ ദം. അപ്പം അവർ എത്ര ക്യാപിറ്റലാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ ലയബിലിറ്റീസ് വരുന്നത്. പിന്നെ കൺട്രോളിൻ്റെ കേസിൽ പറയുവാണെങ്കിൽ എലക്റ്റഡ് മാനേജിങ് കമ്മിറ്റീസ് ഹാസ് ദ പവർ ടു ടേക്ക് ഡിസിഷൻ. അവർ എലക്ട് ചെയ്യുമല്ലോ, അവരുടെ മെമ്പേഴ്സിൽ നിന്ന് തന്നെ അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരെ അവർ എലക്ട് ചെയ്യുന്നു. അവരാണ് കൂടുതലും ഡിസിഷൻ മേക്കിങ്ങിനുള്ള പവർ ഉള്ളത്. ഡെമോക്രാറ്റിക് ഇൻ ക്യാരക്ടറാണ് വരുന്നത്. സർവീസ് മോട്ടീവിൻ്റെ കേസിൽ ഇറ്റ് ഇസ് മോട്ടീവ് ഇസ് മ്യൂച്വൽ ഹെൽപ്പ് ആൻഡ് വെൽഫെയർ അല്ലേ. അവരുടെ പ്രോഫിറ്റിനേക്കാളും ഉപരി അവർ ബാക്കിയുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ അവരുടെ മെമ്പേഴ്സിന് ഇത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അവർക്ക് ഫീസിബിൾ ആയിട്ടുള്ള സാധനങ്ങൾ അവർക്ക് പറ്റുന്ന എമൗണ്ട് കൊടുത്ത് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്നുണ്ടോ എന്ന കാര്യങ്ങൾ മാത്രം
മാത്രമാണ് അവർ നോക്കുന്നത്. ഇഫ് എനി സർപ്ലസ് ഇസ് ജനറേറ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് ഹിസ് ഓപ്പറേഷൻ ഇറ്റ് ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഡിവിഡൻഡ്. അതായത് ഇവരിപ്പോൾ ചെയ്യുന്ന ഇപ്പം എന്തെങ്കിലും ഹാർവെസ്റ്റോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിൽ നിന്ന് എക്സ്ട്രാ അവർ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്, ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ്, അത് ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് വളരെ സിമ്പിളായിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, യെസ്. അടുത്താണ് മെറിറ്റ്സും ഡിമെറിറ്റ്സും. ഇതുപോലത്തെ ചെറിയ കുട്ടി കുട്ടി ബോക്സുകളായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതാണ് കുറച്ചും കൂടെ സിമ്പിൾ കേട്ടോ. വലിയ സാധനം നിങ്ങൾ പഠിക്കുന്നതിനേക്കാളും എളുപ്പം ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു കുട്ടി ബോക്സ് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ ഈക്വാലിറ്റി ഇൻ വോട്ടിംഗ് സ്റ്റേറ്റസ് ആണ് മെറിറ്റ്സിൻ്റെ കേസിൽ വരുന്നത്. വോട്ടിംഗ് സ്റ്റേറ്റസിൽ ഈക്വാലിറ്റി ഉണ്ട്. ഡിമെറിറ്റ്സിൻ്റെ വരുന്നത് ലിമിറ്റഡ് സോഴ്സ് ആണ്, അധികം ആൾക്കാരില്ലല്ലോ, മെമ്പേഴ്സ് അധികം ഇല്ലല്ലോ. ലിമിറ്റഡ് ലയബിലിറ്റി ആണ് വരുന്നത് മെറിറ്റ്സിൻ്റെ കേസിൽ. ഇവിടെ ഇൻഎഫിഷ്യൻസി ഇൻ മാനേജ്മെൻറ്റ്. ഡിമെറിറ്റ്സിൻ്റെ കേസിൽ മാനേജ്മെൻറ്റ് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും എന്നൊരു ഉറപ്പുമില്ല. കാരണം ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്, അവിടുത്തെ ആ ഗ്രൂപ്പിൽ നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടോ ഇല്ലോ എന്നൊന്നും ഒരു ഉറപ്പുമില്ല അല്ലേ. മൂന്നാമത്തെയാണ് സ്റ്റേബിൾ എക്സിസ്റ്റൻസ് ആണ് വരുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സ്റ്റേബിൾ എക്സിസ്റ്റൻസ് ആണ്. പക്ഷേ ഡിമെറിറ്റ്സിൻ്റെ കേസിൽ വരുന്നുണ്ട് ലാക്ക് ഓഫ് സീക്രസി. നമുക്ക് സീക്രട്ട് കീപ്പിംഗ് അത്ര പറ്റത്തില്ല എന്നാണ് പറയുന്നത്. നാലാമത്തെ പോയിന്റ് ആണ് സപ്പോർട്ട് ഫ്രം ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് ഇവർക്ക് കാണും. ഡിമെറിറ്റ്സ് വരുന്നത് സപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കൺട്രോൾ കാണും അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ കയറി അങ്ങ് ഭരിക്കും. ഈസ് എ ഫോർമേഷൻ. എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും അവർക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഫോം ചെയ്യാനായിട്ട് പറ്റും. ഡിമെറിറ്റ്സിൻ്റെ കേസിൽ ഡിഫറൻസ് ഇൻ ഒപ്പീനിയൻസ് അല്ലേ. ഓരോരുത്തർ ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് അവർ എലക്ട് ചെയ്ത മെമ്പർ ആണെങ്കിൽ പോലും അവർ പറയുന്ന ആ ഒരു അഭിപ്രായത്തിനോട് യോജിച്ച് പോകാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ട് കാണും എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, യെസ്, ക്ലിയർ അല്ലേ? അപ്പം ഇത്രയും എൻ്റെ കുഞ്ഞുങ്ങൾ നോക്കുക. ഇനി വരുന്നതാണ് ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. നമുക്ക് പലതരത്തിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്. ഒന്ന് കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്, കൺസ്യൂമേഴ്സിന് വേണ്ടിയുള്ള. ഫോം ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ബിൽഡ് ചെയ്യുന്നത്. എയിം അറ്റ് എലിമിനേറ്റിംഗ് മിഡിൽ മെൻ ടു അച്ചീവ് എക്കണോമി ഇൻ ഓപ്പറേഷൻസ്. അതായത് മിഡിൽ മെൻസ് വന്നു കഴിയുമ്പോഴത്തേക്ക് എന്താണ്, ഇടനിലക്കാർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനത്തിനൊക്കെ പൈസ ഭയങ്കരമായിട്ട് കൂടും. അപ്പം അത് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി വരുന്നത്. അത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഇറ്റ് പർച്ചേസസ് ഗുഡ്സ് ഇൻ ബൾക്ക് ഡയറക്ട്ലി ഫ്രം ദി ഹോൾസെയിലേഴ്സിൽ നിന്ന് ഡയറക്ട്ലി അവർ പർച്ചേസ് ചെയ്തിട്ടാണ് അവരത് കൺസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അതാണ് പിന്നെ മെമ്പേഴ്സിന് ഗുഡ്സ് സെല്ല് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊരാൾക്കാർ വരാത്തത് കൊണ്ട് തന്നെ മിഡിൽമെൻ്റെ ആ ഒരു ചാർജും കാര്യങ്ങളൊന്നും വരത്തില്ല. പ്രോഫിറ്റ്സ് എനി ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺ ദ ബേസിസ് ഓഫ് ഐദർ ദ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ടു ദ സൊസൈറ്റി ഓർ പർച്ചേസ് മെയ്ഡ് ബൈ ദി ഇൻഡിവിജ്വൽ മെമ്പർ. അതായത് ഇവിടെ വരുന്നത് പ്രോഫിറ്റ് കൊടുക്കുന്ന അവർ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു എമൗണ്ടിനെ ബേസ്, ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനെ ബേസ് ചെയ്താണ് അവരെന്ത് ചെയ്യുന്നത്, പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെയാണ് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് നേരത്തെ നമ്മൾ പറഞ്ഞു എന്താണ്, കൺസ്യൂം ചെയ്യുന്ന നമ്മളെപ്പോലുള്ള കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്, പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്. ഓരോ പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കും ഇതുപോലൊരു സ്മോൾ കോപ്പറേറ്റീവ് സൊസൈറ്റി ഗ്രൂപ്പ് ഉണ്ട്. ഫോം ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് സ്മോൾ പ്രൊഡ്യൂസേഴ്സ്. ഇപ്പം എന്താണ് സ്മോൾ സ്കെയിൽ പ്രൊഡ്യൂസേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, സ്മോൾ ബിസിനസ്സൊക്കെ നടത്തുന്ന ആൾക്കാർ, അവരുടെ ആ ഒരു എന്താണ്, നേരത്തെ നമ്മൾ പറഞ്ഞു അവരുടെ ഇൻട്രസ്റ്റ് ഒന്ന് കീപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. ദ സൊസൈറ്റി എയിം ടു ഫൈറ്റ് അഗൻസ്റ്റ് ദ ബിഗ് ക്യാപിറ്റലിസ്റ്റ് ആൻഡ് എൻഹാൻസ് ദ ബാർഗെയിനിങ് പവർ ഓഫ് സ്മോൾ പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ സ്മോൾ പ്രൊഡ്യൂസേഴ്സിന് എപ്പോഴും ബാർഗെയിൻ ചെയ്ത് അവരുടെ ആ കഷ്ടപ്പാടിനൊത്ത ഒരു റേറ്റ് അവർക്ക് കിട്ടാറില്ല. അതൊന്ന് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി വരുന്നത്. ഇറ്റ് സപ്ലൈസ് റോ മെറ്റീരിയൽസ്, എക്യുപ്മെൻറ്റ്സ് ആൻഡ് അതർ ഇൻപുട്സ് ടു ദി മെമ്പേഴ്സ്. അത് മെമ്പേഴ്സിന് റോ മെറ്റീരിയൽസ് കൊടുക്കും, എക്യുപ്മെൻറ്റ്സോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കും ആ മെമ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്. buys their output for sale and profit among the members are generally distributed on their basis of contribution to total pool of goods produced or sold by the society. അവർ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സിൻ്റെ അല്ലെങ്കിൽ സെല്ല് ചെയ്ത ഗുഡ്സിൻ്റെ വെച്ചോ അല്ലെങ്കിൽ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത അവരുടെ ആ ഒരു പ്രോഫിറ്റ് അല്ല അവരുടെ ക്യാപിറ്റൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ബേസിലായിരിക്കും അവർക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. അടുത്താണ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വരുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്തൊക്കെയാണ് സേഫ് ഗാർഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്തൊക്കെയാണ് നോക്കുന്നത് എന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, ബാക്കി നിങ്ങൾക്ക് തന്നെ എഴുതാനായിട്ട് പറ്റും. മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോം ടു ഹെൽപ്പ് സ്മോൾ പ്രൊഡ്യൂസേഴ്സ് ഇൻ സെല്ലിംഗ് ദർ പ്രൊഡക്ട്സ്. സംഭവം പ്രൊഡ്യൂസ് ചെയ്ത് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ശരിയാവോ? ഇല്ല, അത് വിറ്റ് പോകണം അല്ലേ. ദ മെമ്പേഴ്സ് കൺസിസ്റ്റ് ഓഫ് പ്രൊഡ്യൂസേഴ്സ് ഹു വിഷ് ടു ഒബ്റ്റെയിൻ റീസണബിൾ പ്രൈസ് ഫോർ ദ ഔട്ട്പുട്ട്. അതായത് അവർ ചെയ്യുന്ന കഷ്ടപ്പെടുന്നതിനനുസരിച്ചുള്ള എമൗണ്ട് അവർക്ക് കിട്ടണം. ദ സൊസൈറ്റി എയിം ടു എലിമിനേറ്റ് മിഡിൽ മെൻ ആൻഡ് ഇംപ്രൂവ് കോമ്പറ്റീറ്റീവ് പൊസിഷൻ ഇൻ ദ മെമ്പേഴ്സ് അല്ലേ. അപ്പോൾ അവർ മിഡിൽ മെന്നെ എലിമിനേറ്റ് ചെയ്യുക ആൻഡ് അവർക്ക് പറ്റിയ ആ ഒരു ആൾക്കാരിലേക്ക് അവരിറങ്ങി ചെല്ലാനായിട്ട് ഇത് സഹായിക്കും. ഇറ്റ് പൂൾസ് ദി ഔട്ട്പുട്ട് ഓഫ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ആൻഡ് പെർഫോംസ് മാർക്കറ്റിംഗ് ഫംഗ്ഷൻസ് ലൈക്ക് ട്രാൻസ്പോർട്ടേഷൻ, വെയർ ഹൗസ്, പാക്കേജിംഗ് എക്സെട്ര ടു സെൽ ദി ഔട്ട്പുട്ട് അറ്റ് ദ ബെസ്റ്റ് പോസിബിൾ പ്രൈസ്. അപ്പം ഇത് പ്രൊവൈഡ്
പ്രൊവൈഡ് ചെയ്യുന്ന എന്താണ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഒക്കെ ട്രാൻസ്പോർട്ടേഷൻ ആയിക്കോട്ടെ, വെയർ ഹൗസിംഗ് ആയിക്കോട്ടെ, പാക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പ്രൊവൈഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. പ്രോഫിറ്റ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് അക്കോർഡിംഗ് ടു ഈച്ച് മെമ്പേഴ്സ് കോൺട്രിബ്യൂഷൻ. നേരത്തെ പറഞ്ഞ പോലെ അവർ പൂൾ ചെയ്ത് ഇട്ടിരിക്കുന്ന ആ ഒരു എമൗണ്ടിന് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ അനുസരിച്ചായിരിക്കും അവരുടെ പ്രോഫിറ്റ് കിട്ടുന്നത്. അടുത്തതാണ് ഫാമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഫാമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൃഷി ചെയ്യുന്നവർക്ക് വേണ്ടി അല്ലേ, ഫോം ടു പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് ഫാമേഴ്സ് ആൻഡ് ദ മെമ്പേഴ്സ് കംപ്രൈസ് ഫാമേഴ്സ് ഹു വിഷ് ടു ജോയിൻലി ടേക്ക് അപ്പ് ഫാമിംഗ് ആക്ടിവിറ്റി. കൂടുതൽ കൃഷിയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ ഫാമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ചെയ്യുന്നത്. അവർക്ക് ഈ എന്താണ് അതിൻ്റെ വിത്തും അങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ എന്താണ് ഫെർട്ടിലൈസേഴ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവർ കൊടുക്കും. ദി എയിം ടു ഗെയിൻ ദ ബെനിഫിറ്റ്സ് ഓഫ് ലാർജ് സ്കെയിൽ ഫാമിംഗ് ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റി. അപ്പം ഇങ്ങനത്തെ ഗ്രൂപ്പ്സൊക്കെ നല്ല ഫാമിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ നന്നായിട്ട് ആക്റ്റീവായിട്ട് ചെയ്യുന്ന അനുസരിച്ചായിരുന്നു എന്താണ് ലാർജ് സ്കെയിൽ ഫാമിംഗ് ഒക്കെ ഇൻക്രീസ് ചെയ്ത് വരാനായിട്ട് തുടങ്ങിയത്. സച്ച് സൊസൈറ്റി പ്രൊവൈഡ് ബെറ്റർ ക്വാളിറ്റി സീഡ്, നല്ല സീഡ്സ് കൊടുക്കുക, ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുക, മെഷീനറി ആൻഡ് അതർ മോഡേൺ ടെക്നിക്സ് ഫോർ യൂസ് ഓൺ കൾട്ടിവേഷൻ ഓഫ് ക്രോപ്സ്. അപ്പോൾ അവർ യൂസ് ചെയ്യുന്ന ക്രോപ്സിന് അവരിടാൻ വേണ്ടി നല്ല ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുന്നുണ്ട്, ബെറ്റർ ക്വാളിറ്റി സീഡ്സ് കൊടുക്കുന്നുണ്ട്, മെഷീനറി, ഇറിഗേഷൻ ഫെസിലിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. This helps not only in improving the yield and return to the farmers but also solves the problem associated with the farming on fragmented land holdings. അതായത് ഇപ്പം തരിശു ഭൂമിയായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കൂടുതൽ കൃഷി ചെയ്യുവാനും അതുപോലെ തന്നെ ഫാമേഴ്സിന് ഒരു സപ്പോർട്ട് കൊടുക്കുവാനും ഈ ഫാമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി നമുക്കറിയാം, ചില ആൾക്കാർക്ക് പെട്ടെന്ന് പൈസയുടെ ആവശ്യങ്ങളൊക്കെ വരും അല്ലേ. അപ്പോൾ പെട്ടെന്ന് ആവശ്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പോൾ ബ്ലേഡ് അല്ലെങ്കിൽ നമ്മുടെ ബാങ്കുകളൊക്കെ പോവുകയാണെങ്കിലും കൂടുതൽ കുറേ ഇൻട്രസ്റ്റ് ഒക്കെ കൊടുക്കേണ്ടി വരും അല്ലേ. ഇപ്പോൾ 1,00,000 രൂപ വാങ്ങിച്ചു കഴിഞ്ഞാൽ 1,20,000 അല്ലെങ്കിൽ 1,50,000 രൂപ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടി വരും. ആ 20,000 50,000 എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ് അല്ലേ, പലിശയായിട്ട് നമ്മൾ കൊടുക്കണം. അപ്പം ഇവിടെ എന്ന് പറയുന്നത് established for providing easy credit, reasonable terms on to the members അല്ലേ. അപ്പം ഈ മെമ്പേഴ്സിന് ഈസി ആയിട്ട് അവർ ചോദിക്കുന്ന ഉടനെ കിട്ടുന്ന പോലെ എമൗണ്ട് കൊടുക്കുക, അതുപോലെ തന്നെ റീസണബിൾ ആയിട്ടും അവർക്ക് കിട്ടുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലൂടെ നോക്കുന്നത്. ദ മെമ്പേഴ്സ് കംപ്രൈസ് ഓഫ് പേഴ്സൺ ഹു സീക്ക് ഫിനാൻഷ്യൽ ഹെൽപ്പ് ഇൻ ഫോംസ് ഓഫ് ലോൺ. നേരത്തെ പറഞ്ഞ പോലെ ലോൺ എന്ന ടേമിലായിരിക്കും അവർക്ക് ഈ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കാർക്ക് പൈസ കൊടുക്കുന്നത്. ദി എയിം ഓഫ് സച്ച് സൊസൈറ്റി ഈസ് പ്രൊട്ടക്ട് ദ മെമ്പേഴ്സ് ഫ്രം ദി എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ലെൻഡേഴ്സ് ഹു ചാർജ് ഹൈ റേറ്റ്സ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ. ചില ആൾക്കാരൊക്കെ ലോൺ കൊടുക്കുമ്പോഴത്തേക്ക് അല്ലേ, പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, 1,00,000 കൊടുക്കുവാണെങ്കിൽ 1,80,000 രൂപയൊക്കെ ആയിരിക്കും വാങ്ങിക്കുന്നത്. 1,00,000 തന്നെ അവരെന്താണ് ഇൻട്രസ്റ്റ് പലിശ അവർ വാങ്ങിക്കും അല്ലേ. അപ്പം അതൊക്കെ ഭയങ്കര ഇല്ലീഗലായിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ അത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് അങ്ങനത്തെ സ്ഥലങ്ങളിലേക്കൊന്നും എത്തിച്ചേരാതിരിക്കാൻ വേണ്ടി, ആൾക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിലെ മെമ്പേഴ്സിന് എന്താണ് പൂൾ ചെയ്തിടുന്ന മെമ്പേഴ്സിന് ആ ഒരു ഫെസിലിറ്റി അവർക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. സച്ച് സൊസൈറ്റി പ്രൊവൈഡ് ലോൺസ് ടു മെമ്പേഴ്സ് ഔട്ട് ഓഫ് എമൗണ്ട് കളക്റ്റഡ് ആസ് എ ക്യാപിറ്റൽ. അവർ ക്യാപിറ്റലായിട്ട് കളക്ട് ചെയ്ത എമൗണ്ടിൽ നിന്നായിരിക്കും ഇതുപോലെ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഡെപ്പോസിറ്റ്സ് ഫ്രം ദ മെമ്പേഴ്സ് ആൻഡ് ചാർജ് ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അവർക്ക് ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവായിരിക്കും, 1% അല്ലെങ്കിൽ 2% ഒക്കെ കാണത്തുള്ളൂ. 6, 8, 10% ഒക്കെ കൊടുക്കുന്നിടത്ത് 1, 2% മാത്രം അവർക്ക് കൊടുത്താൽ മതി. ഓക്കെ, അടുത്തതാണ് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി. എന്താണ് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി? വീട്, ഹൗസ് എന്ന് പറഞ്ഞാൽ വീടാണെന്ന് അറിയല്ലേ. അപ്പോൾ വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്നതാണോ? അപ്പോൾ എസ്റ്റാബ്ലിഷ് ടു ഹെൽപ്പ് പീപ്പിൾ വിത്ത് ലിമിറ്റഡ് ഇൻകം കൺസ്ട്രക്ട് ഹൗസ് അറ്റ് റീസണബിൾ കോസ്റ്റ്. അതായത് വളരെ ലിമിറ്റഡ് ആയിട്ട് ഇൻകം ഉള്ള ആൾക്കാർക്ക് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് സ്വന്തമായ ഒരു വീട് അല്ലേ. നമുക്ക് ഒന്ന് തല ചായ്ക്കാൻ സ്വന്തമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. അപ്പം അങ്ങനെ ആഗ്രഹമുള്ളവർക്ക്, അതുപോലെ തന്നെ ഒരു ചെറിയ ലിമിറ്റഡ് ഇൻകം കിട്ടുന്ന ആൾക്കാർ റീസണബിൾ കോസ്റ്റിൽ അവർക്ക് സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യുകയും വീട് പണിയാൻ വേണ്ടിയുള്ള സഹായം കൊടുക്കുകയും ചെയ്യുന്നതാണ് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി എന്ന് പറയുന്നത്. ദ മെമ്പേഴ്സ് ഓഫ് ദി സൊസൈറ്റി കൺസിസ്റ്റ് ഓഫ് പീപ്പിൾ ഹു ആർ ഡിസൈറസ് ഓഫ് പ്രൊക്യൂറിംഗ് റെസിഡൻഷ്യൽ അക്കോമഡേഷൻ അറ്റ് ദ ലോവർ കോസ്റ്റ്. അതായത് വളരെ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ലോവർ കോസ്റ്റിൽ തന്നെ വീടുകളൊക്കെ പണിയാൻ വേണ്ടി അവരൊരു ഓപ്പർച്യൂണിറ്റി ഒരുക്കുകയാണ്. ദ എയിം ഇസ് ടു സോൾവ് ദ ഹൗസിംഗ് പ്രോബ്ലംസ് ഓഫ് ദ മെമ്പേഴ്സ് ബൈ കൺസ്ട്രക്ടിംഗ് ഹൗസ് ആൻഡ് ഗിവിംഗ് ഓപ്ഷൻസ് ടു പേയിങ് ഇറ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അല്ലേ. അവർക്ക് സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ പൈസയൊക്കെ കൊടുക്കുന്ന ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അവർക്ക് തിരിച്ചടച്ചാൽ മതി എന്നുള്ളൊരു കേസിൽ, അല്ലെങ്കിൽ വീട് പണിത് കൊടുക്കുമ്പോൾ ഇൻസ്റ്റാൾമെൻറ്റ് വൈസിൽ അവർക്ക് അത് അടച്ചു തീർത്താൽ മതി. ദി സൊസൈറ്റി കൺസ്ട്രക്ട് ഫ്ലാറ്റ്സ് ഓർ പ്രൊവൈഡ് പ്ലോട്ട്സ് ടു മെമ്പേഴ്സ് ഓൺ വിച്ച് മെമ്പേഴ്സ് themselves can construct the house as per their choice. ഒന്നീ അവർ നിർമ്മിച്ചു കൊടുക്കും, അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള ഒരു നിലം അല്ലെങ്കിൽ സ്ഥലം അവർ ഒരുക്കി കൊടുക്കും. അതിൽ അവർക്ക് സ്വന്തമായിട്ടാണെങ്കിലും കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ഇത്രയും സാധനങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കുക. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരുന്നു. അപ്പം എല്ലാം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. കാരണം ഈ ഒരു പോർഷൻ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം നിങ്ങളത് നോട്ട് ചെയ്യുക. മെയിനായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന പോയിന്റുകൾ, ഇപ്പം മിസ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ഒത്തിരി വാരി വലിച്ചൊന്നും അല്ലല്ലോ, കുഞ്ഞു കുട്ടി പോയിന്റ്സ് അല്ലേ. അപ്പം അങ്ങനത്തെ കുട്ടി പോയിന്റ്സ് ഒക്കെ നിങ്ങൾ പഠിക്കുക.
ഓക്കെ, യെസ്, അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.